നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിരന്തരമായിട്ട് കാണുന്നൊരു വാർത്തകളാണ് വാഹനത്തിന് തീ പിടിക്കുന്നതിൽ പല രീതിയിലുള്ള വാഹനങ്ങൾ പല മോഡൽസുള്ള വാഹനങ്ങൾ തീയിൽ കത്തിപ്പോകുന്ന സംഭവങ്ങൾ നമ്മൾ ഈയിടെയായിട്ട് ഒരുപാട് വാർത്തകൾ കാണുന്നുണ്ട്. എനിക്കും കഴിഞ്ഞ ദിവസത്തിൽ അത്തരത്തിലൊരു അനുഭവം ഉണ്ടായത്. എൻ്റെ ഒരു വാഹനം തീ പിടിക്കാനിടയായി. ഉണ്ടായ സാഹചര്യം അതിന് പല റീസൺസ്, പല വാഹനങ്ങളും കത്തിപ്പോകുന്ന പല റീസൺ കൊണ്ടായി. അപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം അത് എങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമ്മുടെ വാഹനത്തിൻ്റെ എല്ലാ വാഹനത്തിൻ്റെയും അടിഭാഗത്ത് ഈ ഒരു ഭാഗത്തായിട്ട് എഞ്ചിനിലേക്ക് ചളിയ കാര്യങ്ങളൊന്നും അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഗാർഡ് വരുന്നുണ്ട്. ഈ അറ്റം മുതൽ ആ അറ്റം വരെ വരുന്നൊരു ഗാർഡാണത്. ആ ഗാർഡ് എൻ്റെ ഒരു വാഹനത്തിൻ്റെ ആ ഗാർഡ് കയറിയിട്ട് സൈലൻസറിൽ പോയി ടച്ചായി. എന്നിട്ട് സൈലൻസർ ചൂടായ സൈലൻസറിലേക്ക് ഈ ഒരു പാഡ് ഈ ഒരു ഗാർഡ് ടച്ച് ചെയ്തതിനു ശേഷം, ആ പ്ലാസ്റ്റിക് ഗാർഡ് ടച്ച് ചെയ്തതിനു ശേഷം ആ ഗാർഡ് ഫുള്ളായിട്ട് ഉരുകി അതിനകത്ത് നിന്ന് ഫയർ വന്നു. ഫ്രണ്ടേജ് ആ താഴെ ഭാഗം ഫയർ വന്ന സമയത്തിന് ഡ്രൈവർ നിർത്തി, വാഹനം നിർത്തി. നമ്മൾ ഇവിടുത്തെ സ്റ്റാഫ് തന്നെയാണ് വാഹനം യൂസ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് പെട്രോൾ പമ്പിൻ്റെ അടുത്തായിരുന്നു ഈ സംഭവം നടന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്രോൾ പമ്പിൽ നിന്ന് ആ ഒരു ഫയർ എക്സ്റ്റിൻഷർ വന്നിട്ട് അത് അടിച്ചു ഓഫാക്കി. ജസ്റ്റ് ആ ഒരു ഗാർഡ് മാത്രം കത്തിപ്പോയി. അപ്പോൾ ഇത്തരത്തിൽ പല രീതിയിലാണ് ഫയർ ഓരോ വാഹനത്തിനും വന്നുകൊണ്ടിരിക്കുന്നത്. ചില വാഹനങ്ങൾക്ക് ഷോർട്ട് സർക്യൂട്ട് ഉണ്ട്, ഇൻറ്റീരിയർ ഭാഗങ്ങളിലൊക്കെ വരുന്ന ഷോർട്ട് സർക്യൂട്ട് കൊണ്ട് വരും. ചില ഭാഗങ്ങളിൽ നമ്മുടെ ഈ എഞ്ചിൻ ഭാഗത്തു നിന്ന് ഓവർ ഹീറ്റ് കൊണ്ട് ഫയർ വരും. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ഓരോ വാഹനങ്ങളും ഫയർ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വാഹനത്തിന് എല്ലാ ഭാഗങ്ങളും ഇതേപോലെയുള്ള ഗാർഡുകളൊക്കെ ടച്ച് ചെയ്യുന്നുണ്ടോ, സൈലൻസറിലേക്ക് ടച്ച് ചെയ്യുന്നുണ്ടോ, അതേപോലെ തന്നെ എഞ്ചിൻ ഭാഗങ്ങൾ ഇലക്ട്രിക്കൽ എന്തെങ്കിലും ഫാൾട്ടുകൾ ഉണ്ടോ എന്നുള്ളതൊക്കെ നിരന്തരം ചെക്ക് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. കാർലെറ്റ് ബൈ ട്രൂ ചോയ്സിൻ്റെ മറ്റൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അനീസ്. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ മക്കരപ്പറമ്പാണ്. മക്കരപ്പറമ്പിൽ നിന്ന് 2 കിലോമീറ്റർ ഉള്ളോട്ട് കയറിയിട്ട് വെള്ളാട്ടുപറമ്പ് എന്നുള്ള വിജനമായ കുന്നം പ്രദേശം നമ്മൾ ഷോറൂം ലൊക്കേറ്റ് ചെയ്യുന്നത്. ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻഫോർമേഷൻ കൂടി നിങ്ങളോട് ഷെയർ ചെയ്യാണ്ട്, നമ്മുടെ 2 lakh to 3 lakh ബഡ്ജറ്റ് ലോ ബഡ്ജറ്റ് വാഹനങ്ങൾക്കായിട്ട് നമ്മൾ സെപ്പറേറ്റ് ഒരു യാർഡ് അടുത്ത ആഴ്ചയിൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാലം നമ്മുടെ എല്ലാ വാഹനങ്ങളും ഈ ഒരു യാർഡിലാണ് കുത്തി നിറച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ സ്ഥലത്തിൻ്റെ ഒരു പരിമിതി മൂലം നമ്മളൊരു പുതിയ യാർഡിൽ അടുത്ത ആഴ്ച മുതൽ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അവിടെ വെറും ലോ ബഡ്ജറ്റ് വാഹനങ്ങൾ മാത്രമായിരിക്കും, മാക്സിമം ലോണൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള നമ്മുടെ മാരുതിയുടെ വാഹനങ്ങൾ, അതേപോലെ റെനോൾട്ടിൻ്റെ വാഹനങ്ങൾ, ഹ്യുണ്ടായിൻ്റെ വാഹനങ്ങൾ, അങ്ങനെ ലോ ബഡ്ജറ്റിലിരുന്ന വാഹനങ്ങൾക്ക് മാത്രമായിട്ട് നമ്മൾ സെപ്പറേറ്റ് ഒരു യാർഡ് അടുത്തൊരു തിങ്കൾ ചൊവ്വൊക്കെ ആയിട്ട് നമ്മൾ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ ഇനി പത്രത്തിൽ ആരെങ്കിലും ലോ ബഡ്ജറ്റ് വാഹനങ്ങൾ ഉണ്ടെങ്കിൽ നേരെ നമ്മൾ തൊട്ടടുത്ത അപ്പുറത്ത് കിടക്കുന്ന യാർഡിലേക്കായിരിക്കും പോകുക. അവിടെ ആയിരിക്കും ഇതിൻ്റെ ഫുൾ എല്ലാ സ്റ്റോക്കുകളും വരുന്നത്. കാരണം ഇവിടെ എല്ലാ വാഹനങ്ങളും മിക്സ് ചെയ്തിട്ടതിന് ശേഷം ഇതിനകത്ത് ലോ ബഡ്ജറ്റ് ഏതാണെന്ന്, വലിയ വാഹനങ്ങൾ ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് ഒരു യാർഡിന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആരെങ്കിലൊക്കെ ഇനി ലോ ബഡ്ജറ്റ് വാഹനങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവരുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ എല്ലാം ബഡ്ജറ്റ് കൂടിയ വാഹനങ്ങളായിരിക്കും കാണിക്കുക. അപ്പോൾ തെറ്റിദ്ധരിക്കേണ്ട, തൊട്ടപ്പുറത്ത് ലോ ബഡ്ജറ്റ് വാഹനങ്ങൾ നിങ്ങൾക്കായിട്ട് സെപ്പറേറ്റ് സെക്ഷൻ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ശരി 10-12 വാഹനങ്ങളൊക്കെയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമ്മൾ പറയാൻ പോകുന്നുണ്ട്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും വാഹന സംബന്ധമായ എന്ത് സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാൻ മറന്നു വരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ആദ്യത്തെ വാഹനത്തിന് ഒരു 0 ഡൗൺ പേയ്മെൻറ്റ് വാഹനം, അതും ടാറ്റയുടെ വാഹനം, ടാറ്റ നെക്സോൺ XM എന്നുള്ള പേരിൽ 2019 മോഡൽ വാഹനം. സിംഗിൾ ഓണർഷിപ്പിൽ 95,000 കിലോമീറ്റർ ഓടിയിലെ KL 65 മലപ്പുറം തിരൂരങ്ങാടി രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം കൂടിയാണിത്. 0 ഡൗൺ പേയ്മെൻറ്റ് വാഹനം എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ആദ്യം ചിന്തിക്കുന്നുണ്ടാവും എന്താണ് ഈ ഒരു വാഹനത്തിന് നെഗറ്റീവ് എന്നുള്ളത്. കാരണം ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയാണ്, 0 ഡൗൺ പേയ്മെൻറ്റ് വാഹനങ്ങൾക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ബോഡി സ്ട്രക്ചർ അല്ലെങ്കിൽ മെക്കാനിക്കൽ സൈഡോ കാര്യങ്ങൾക്കൊന്നും നെഗറ്റീവ്സ് അല്ലെങ്കിൽ പോരായ്മകളോ ഒന്നുമില്ല. 2019 മോഡലാണെങ്കിൽ പോലും ഇതിൻ്റെ കിലോമീറ്റർ 90 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, അത്യാവശ്യം റൺ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു പോരായ്മ കൊണ്ടാണ് പ്രൈസ് കുറഞ്ഞതും ഇത് 0 ഡൗൺ പേയ്മെൻറ്റിലേക്ക് വന്നതും. സിംഗിൾ ഓണർഷിപ്പിൽ 90 സംതിങ് കിലോമീറ്റർ ഓടിയതാണ്. ഏകദേശം 5 വർഷം കൊണ്ടാണ് 95,000 കിലോമീറ്ററോളം വാഹനം റൺ ചെയ്തിട്ടുള്ളത്. ഒരു 50,000 ഒരു 60,000 നോർമൽ റൺ ചെയ്യാനുള്ള സാധ്യതകൾ. ആ സ്ഥാനത്തേക്ക് ഒരു 40,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുണ്ട്. പ്രോപ്പർ സർവീസ് കാര്യങ്ങളെല്ലാം കറക്റ്റ് എല്ലാ സമയത്തും പീരിയോഡിക് സർവീസ് കാര്യങ്ങളെല്ലാം പോയിട്ടുള്ള ഒരു വാഹനം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ നാളെ മെയിൻ്റനൻസ് കാര്യങ്ങളെ പറ്റിയും ചിന്തിക്കേണ്ട. 95,000 കിലോമീറ്റർ ഓടുമ്പോൾ മേജർ സർവീസ് കാര്യങ്ങളെ പറ്റി ചിന്തിക്കേണ്ട. പെട്രോൾ എഞ്ചിനിൽ വരുന്നൊരു വാഹനം ആയതുകൊണ്ട് തന്നെ നോർമൽ സർവീസ് മാത്രം നിങ്ങൾ ചെയ്തു പോയാൽ മതി. XM എന്നുള്ള വേരിയൻ്റ് തന്നെ സെക്കൻഡ് വേരിയൻ്റാണ്. അതായത് XE എന്നുള്ള വേരിയൻ്റാണ് ബേസ്. അതിൻ്റെ തൊട്ട് മുകളിൽ നിൽക്കുന്നതാണ് XM, അതിൻ്റെ തൊട്ട് മേലെ XT, അതിൻ്റെ മുകളിൽ XZ എന്നുള്ള 4 വേരിയൻസ് ആയിട്ടായിരുന്നു ഈ ഒരു നെക്സോൺ വാഹനങ്ങളൊക്കെ നിരത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ബേസിക് ഒരു വാഹനത്തിന് വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളാണ് ഈ ഒരു XM എന്നുള്ള വേരിയൻ്റിനകത്ത് കൊടുത്തിട്ടുള്ളത്. 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റാരിങ്, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം, സെൻട്രൽ ലോക്ക്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, അങ്ങനെ ബേസിക് ഒരു വാഹനത്തിന് വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട്. എക്സ്റ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡാമേജോ പരിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 60% ടയേഴ്സും കിടക്കുന്നുണ്ട്. അധികം ഡാമേജും പരിക്കും കാര്യങ്ങളും ഒന്നും വരാതെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം കൂടിയാണ് ഈ ഒരു വാഹനം.
പിന്നെ ചെറിയ രീതിയിൽ റീപെയിൻറ്റ് വർക്ക് സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നല്ലാതെ വേറെ ഒരു മേജറായിട്ടുള്ള ഒരു ആക്സിഡൻറ്റോ അല്ലെങ്കിൽ ഇമ്പാക്റ്റുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടാത്ത ഒരു വാഹനം കൂടിയാണിത്. ഇന്റീരിയർ ഭാഗത്തേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി സീറ്റ് കവറാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് 3 മോഡായിട്ട് ഈ ഒരു വാഹനം ഓടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. സിറ്റി മോഡ്, എക്കോ മോഡ്, സ്പോർട്ട് മോഡ് എന്നുള്ള 3 മോഡിൽ ഈ ഒരു വാഹനം ഡ്രൈവ് ചെയ്യാം. ഒരു ആൻഡ്രോയിഡ് ഡിസ്പ്ലേ ഇതിനകത്ത് അഡീഷണലി ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട് ഡുവൽ എയർ ബാഗ്, ABS തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ നല്ലൊരു ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിൻ്റെ XM എന്നുള്ള പേരിൻ്റെ ആണെങ്കിൽ പോലും ഇതിൽ പിന്നെ വന്നിട്ടുണ്ട്, കമ്പനി ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. വിശാലമായിട്ടുള്ള ഡാഷ്ബോർഡാണ് ഈ ഒരു വാഹനത്തിനകത്ത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഗിയർ ലിവറിൻ്റെ പിന്നെ നോബ് ചെറുതായിട്ട് ഡാമേജ് ആയിട്ടുണ്ട്. സാധാരണ ഇതിൽ ടാറ്റയുടെ വാഹനങ്ങൾക്ക് വരുന്നൊരു ചെറിയൊരു പോരായ്മയാണ് ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി കുറച്ച് കുറവായിരിക്കും. നമ്മൾ ആ ടിയാഗോ ഒക്കെ കാണിക്കുന്ന എല്ലാ വാഹനവും ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഗിയർ നോബിൻ്റെ ഒരു പോർഷൻ റബ്ബർ നമ്മൾ ഇതേപോലെ പിന്നി പോരുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ വേറെ ഇന്റീരിയർ ഭാഗത്തേക്ക് വേറെ പ്രശ്നങ്ങളോ നെഗറ്റീവ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ പറയാനില്ല. ജസ്റ്റ് എഞ്ചിൻ സൈഡും ജസ്റ്റ് കാണിക്കാം. എഞ്ചിൻ ഭാഗത്തേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിലും ഡാമേജോ പരിക്കോ കാര്യങ്ങളൊന്നുമില്ല. അപ്രൂണോ ചേസോ കാര്യങ്ങൾക്കോ എല്ലാം സ്റ്റോക്ക് കണ്ടീഷനാണ് നിൽക്കുന്നത്. വേറെ ക്രോസ് ബമ്പറിനോ അല്ലെങ്കിൽ ഈ ഒരു സൈഡ് പേസ്റ്റിങ്ങിനോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ടർബോ വരുന്ന എഞ്ചിനാണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് പവറിന് ഒരു കുറവുമില്ല. നെക്സോൺ ടർബോ എഞ്ചിനിൽ വരുന്നൊരു വാഹനം കൂടിയാണിത്. ബാറ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ റീസെൻ്റ്ലി റീപ്ലേസ് ചെയ്തിട്ടുള്ള ബാറ്ററിയും കൂടിയാണിത്. അപ്പോൾ എന്തുകൊണ്ടും എഞ്ചിൻ സൈഡ് കാര്യങ്ങളൊന്നും പരിക്ക് കാര്യങ്ങളൊന്നുമില്ല. വേറെ ഫ്രണ്ടിൽ തട്ടോ അല്ലെങ്കിൽ ഇമ്പാക്റ്റുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടാത്ത ഒരു വാഹനം കൂടിയാണ്. അത് നിങ്ങൾക്ക് ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡിങ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമുക്ക് ആ ഒരു 90-something കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു പിന്നെ പഴക്കം നമുക്കിവിടെ കറക്റ്റായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. എവിടെയും ഒരു ഇമ്പാക്റ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ടർബോ ഉള്ള എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം മൈലേജ് കാര്യങ്ങൾ അതും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വാഹനം കൂടിയാണിത്. അപ്പോൾ ഈ ഒരു വാഹനം നെറ്റ് പ്രൈസിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം 5,80,000 രൂപയ്ക്ക്. അതിനകത്ത് 5,80,000 നിങ്ങൾക്ക് ലോൺ സൗകര്യം അവൈലബിൾ ആണ്. അതും 5 വർഷത്തെ മാസക്കാലയളവോട് കൂടി. ഇതിനകത്ത് നമുക്ക് ഏകദേശം EMI വരുന്നൊരു 13 to 13,500 റേഞ്ചിലാണ് ഇതിന് EMI വരിക. നമ്മുടെ അടുത്ത വാഹനം ഹ്യൂണ്ടൈയുടെ മറ്റൊരു ഹാച്ച്ബാക്ക് സെഗ്മെൻറ്റ് വാഹനം ഹ്യൂണ്ടൈ എലൈറ്റ് i20 2016 മോഡൽ സ്പോർട്സ് എന്നുള്ള വരുന്ന വാഹനം. സ്പോർട്സ് എന്ന് പറഞ്ഞാൽ ആസ്റ്റയുടെ തൊട്ട് താഴെ നിൽക്കുന്ന സെക്കൻഡ് ഓപ്ഷനാണ് സ്പോർട്സ് എന്നുള്ള വേരിയൻറ്റ്. KL 07 എറണാകുളം രജിസ്ട്രേഷൻ വരുന്ന സിംഗിൾ ഓണർഷിപ്പിൽ 43,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനം. 2016 അപേക്ഷിച്ച് ഏകദേശം 8 വർഷത്തോളമായി. 43,000 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ആവറേജിനേക്കാളും താഴെ മാത്രമേ കിലോമീറ്റർ റൺ ചെയ്തിട്ടുള്ളൂ. സ്പോർട്സ് പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ മെയിൻ്റനൻസ് പറ്റി നോക്കണ്ട. അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം സ്പോർട്സ് എന്നുള്ള വേരിയൻ്റ് അകത്ത് കമ്പനി കൊടുത്തിട്ടുണ്ട്. 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ് കൺട്രോൾസ്, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം, പിന്നെ അതേപോലെ തന്നെ സെൻട്രൽ ലോക്ക് തുടങ്ങിയിട്ടുള്ള ബേസിക് ഒരു വാഹനത്തിന് വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. റെഡ് കളർ ആയതുകൊണ്ട് തന്നെ കാണാൻ ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത്. ആ ഒരു മദർഷിപ്പിനകത്ത് ക്രോമൊക്കെ കൊടുത്ത് പിന്നെ അതേപോലെ ഡോർ ഹാൻഡിലൊക്കെ ക്രോം ചെയ്തുകൊണ്ട് ആ റെഡ് കളറിലെ ക്രോം ഫിറ്റിംഗ് പിന്നെ കാണുമ്പോൾ തന്നെ വാഹനത്തിന് നല്ലൊരു പ്രൗഡി ഒരു ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഡുവൽ ടോണും കൂടി ആയിരുന്നെങ്കിൽ ഒന്നും കൂടി പിന്നെ മജ കിട്ടിയാണ് ഈ റെഡ് കളറിലേക്ക്. എക്സ്റ്റീരിയർ ഭാഗങ്ങളിലൊന്നും പരിക്ക് കാര്യങ്ങൾ ഡാമേജ് കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം. പിന്നെ ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഫ്രണ്ട് 2 പുത്തൻ ടയേഴ്സ് ഉണ്ട്, ബാക്ക് ആവറേജ് ടയേഴ്സാണ് ഉള്ളത്. ഇന്റീരിയർ ഭാഗത്തേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ സീറ്റ് കവർ നല്ലൊരു അടിപൊളി സീറ്റ് കവർ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. സ്റ്റാരിംഗ് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഡാഷ്ബോർഡ് നല്ല അടിപൊളി നല്ല ബ്രീച്ചുകൾ നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പരിക്കോ കാര്യങ്ങളൊന്നും വരാത്ത രീതിയിൽ നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം കമ്പനി കൊടുക്കുന്നുണ്ട്. ഡുവൽ എയർ ബാഗ് വരുന്നുണ്ട്, ABS വരുന്നുണ്ട്, സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കമ്പനി കൊടുക്കുന്ന നല്ലൊരു അടിപൊളി ക്വാളിറ്റിയിൽ നിൽക്കുന്നൊരു വാഹനം. പാർക്കിംഗ് സെൻസർ അഡീഷണൽ ഈ ഒരു വാഹനത്തിനകത്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുക്കുന്ന ഒരാൾക്ക് പ്രത്യേകിച്ച് വർക്ക് കാര്യങ്ങൾ ഒന്നും പെൻഡിങ് ഇല്ലാത്ത ഒരു അടിപൊളി വാഹനം തന്നെയാണിത്. ഒരു ഡോർ ഈ ഒരു ഡ്രൈവർ സൈഡ് ഡോർ റീപ്ലേസ് ഉണ്ട് എന്നുള്ളൊരു ചെറിയ നെഗറ്റീവ് മാത്രമാണുള്ളത്. ഗ്ലാസ് കാര്യങ്ങളൊന്നും റീപ്ലേസ് ഇല്ല എന്നുള്ള നമ്മൾ സ്റ്റിക്കേഴ്സ് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എഞ്ചിൻ ഭാഗത്തേക്ക് കിടക്കണമെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന എഞ്ചിൻ റൂമാണ് ഈ ഒരു വാഹനത്തിലുള്ളത്. പരിക്കോ കാര്യങ്ങളോ ഡാമേജോ ഒന്നുമില്ലാത്ത നല്ല അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ബോണ്ടിൻ്റെ ഒക്കെ പേസ്റ്റിംഗ് നോക്കുകയാണെങ്കിലും ഡാമേജോ പരിക്കോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല. എവിടെ എല്ലാ ഭാഗങ്ങളും മുക്കുമ്പോൾ എല്ലാം നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള അടിപൊളി വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. 0 ഡൗൺ പേയ്മെൻറ്റ് 4,65,000 രൂപയ്ക്ക്. 4,65 ഏകദേശം സിവിൽ സ്കോർ കാര്യങ്ങളും സ്റ്റേറ്റ്മെൻറ്റ് ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 0 ഡൗൺ പേയ്മെൻറ്റ് 4,65 നിങ്ങൾക്ക് ലോൺ സൗകര്യം അവൈലബിൾ ആണ്. 16 മോഡലാണ്. ലോ കിലോമീറ്റർ 43,000 കിലോമീറ്ററുള്ള സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന ഒരു വാഹനമാണ്. 4,65 നെറ്റ് പ്രൈസ്. 5 വർഷത്തേക്കായിരിക്കും ഇതിൻ്റെ ഫിനാൻസ് സൗകര്യം ലഭിക്കുന്നത്. ഏകദേശം ഒരു 11 സംതിങ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഇതിൻ്റെ EMI വരിക. മാരുതി സുസുക്കിയുടെ സെഡാൻ സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ യാത്രാ കംഫർട്ടുള്ള ഒരു വാഹനമാണ് മാരുതി സുസുക്കി സിയാസ്. 2015 മോഡൽ സിയാസ് ZD എന്നുള്ള വേരിയൻ്റ് വാഹനമാണിത്. സിംഗിൾ ഓണർഷിപ്പിൽ 1 lakh കിലോമീറ്റർ ക്രോസ് ചെയ്തിട്ടുണ്ട്. പ്രോപ്പർ സർവീസ് കാര്യങ്ങൾ എല്ലാം പോയിട്ടുണ്ട്. ZD ആയതുകൊണ്ട് തന്നെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനമാണ്. എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങൾ അതും വരുന്നുണ്ട്. ഒരു നെഗറ്റീവ് സിയാസിൻ്റെ ആകെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ച് കുറവായിരിക്കുന്നു മാത്രമേ ഉള്ളൂ. ഒരു റോഡിൽ പതുങ്ങി പോകുന്ന ഒരു ഫീലാണ് നമുക്ക് ഉൾഭാഗത്തിരിക്കുമ്പോൾ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ്. നമ്മൾ ഈ ചെറിയ ഗട്ടറിലൊക്കെ ഫ്രണ്ട് തട്ടാനുള്ള അടിഭാഗം തട്ടാനുള്ളൊരു ചാൻസ് കൂടുതലുള്ളൊരു വെഹിക്കിളാണ് മാരുതിയുടെ ഈ സിയാസ് എന്നുള്ള വാഹനം.
പക്ഷേ ഇതിൽ യാത്രാ കംഫർട്ട് എന്ന് പറഞ്ഞാൽ അത് വേറെ ലെവലാണ്. കാരണം ഇൻറ്റീരിയറിലെ സ്പേസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ലോങ് ഡ്രൈവിനൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നൊരു വാഹനമാണ്. മാരുതിയിൽ ഏക വാഹനം എന്ന് പറയാൻ പറ്റിയൊരു വാഹനമാണ് സിയാസ്. അത് ഈ ഒരു ഷേപ്പിലിരുന്ന വാഹനം. അതിന് ശേഷം 2018-19 കാലഘട്ടങ്ങളിൽ ന്യൂ ഷേപ്പിൽ വാഹനം ഇറങ്ങി. അതിൽ ഡീസൽ എഞ്ചിൻ കുറഞ്ഞ വാഹനങ്ങൾ മാത്രമേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഡീസൽ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ മൈലേജിനെ പറ്റി നിങ്ങൾ ചിന്തിക്കുക വേണ്ട. 20 to 22 കിലോമീറ്റർ നമുക്ക് ഷുവർ മൈലേജ് പ്രതീക്ഷിക്കാം സെമി ഹൈബ്രിഡ് എഞ്ചിൻ ആയതുകൊണ്ട്. അപ്പോൾ മൈലേജ് പിന്നെ യാത്രാ കംഫർട്ടൊക്കെ ഉള്ള പിന്നെ വാഹനങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വാഹനമായിരിക്കും മാരുതി സുസുക്കി സിയാസ്. അപ്പോൾ ഈ ഒരു വാഹനത്തിലേക്ക് വരികയാണെങ്കിൽ 15 മോഡൽ വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ 1 lakh കിലോമീറ്റർ ക്രോസ് ചെയ്തിട്ടുണ്ട്. KL40 പെരുമ്പാവൂർ രജിസ്ട്രേഷനിൽ 90 നല്ല ഫാൻസി നമ്പറൊക്കെ വന്നിട്ടുണ്ട്. ZD എന്നുള്ള വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ അലോയ് വീൽസ് വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ മിറർ ഇൻഡിക്കേറ്റർ, മിറർ ഫോൾഡിങ്, ഓട്ടോ ക്ലൈമറ്റ് AC, സ്റ്റാരിംഗ് കൺട്രോൾസ്, പിന്നെ ഡുവൽ എയർ ബാഗ്, ABS, കമ്പനി ഇൻബിൾഡ് പിന്നെ മ്യൂസിക് സിസ്റ്റം, അങ്ങനെ എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട്. എക്സ്റ്റീരിയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ കാര്യപ്പെട്ട ഡാമേജോ പരിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. ബാക്ക് റോക്കൊക്കെ നോക്കുകയാണെങ്കിൽ ടൈൽ ലാമ്പിനോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ചെറിയ രീതിയിൽ റീപെയിൻറ്റ് വർക്കുകൾ മാത്രം വന്നിട്ടുണ്ട് ബമ്പറിനകത്ത്, അതേപോലെ തന്നെ ക്വാർട്ടർ പാനലിൻ്റെ ഭാഗത്ത്. അത്തരത്തിലുള്ള ചെറിയ രീതിയിലുള്ള നെഗറ്റീവ്സ് മാത്രമാണ് ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നുള്ളത്. ഇന്ത്യയുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ സീറ്റ് കവറൊക്കെ ഇതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. അൺഎക്സ്പെക്റ്റഡ്ലി വാഹനം ലോക്ക് ആയതായിരുന്നു നമുക്ക് ഇതിനകത്ത് ഇന്ത്യയുടെ ഭാഗം കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ബോണറ്റിൻ്റെ ഭാഗം കാണിക്കാൻ പറ്റുന്നില്ല. രാവിലെ ഫസ്റ്റ് വാഹനം എടുത്തായിരുന്നു, പക്ഷേ വാഹനം ലോക്കായിപ്പോയി. അപ്പോൾ 2015 മോഡൽ വരുന്ന ഈ ഒരു വാഹനത്തിൽ വേറെ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഗ്ലാസ്സിലെ സ്റ്റിക്കേഴ്സും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. എൻജിൻ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് പരിക്കോ കാര്യങ്ങളോ ഡാമേജോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. 1 lakh സർവീസ് കാര്യങ്ങളെല്ലാം ഓൾറെഡി കഴിഞ്ഞ ഒരു വാഹനം കൂടിയാണിത്. അപ്പോൾ ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം 5,95,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി. ഇതിനകത്ത് നമുക്ക് 5,50 വരെ നമുക്ക് ലോൺ സൗകര്യം ലഭിക്കും. 5 വർഷത്തെ മാസക്കാലയോടുകൂടി ഏകദേശം ഒരു 13 രൂപ അല്ലെങ്കിൽ 12 to സംതിങ് 12,500 ഒക്കെ റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. നമ്മുടെ അടുത്തൊരു സെഡാൻ വാഹനമാണ് നിസാൻ്റെ സണ്ണി. അതും 2013 മോഡൽ വരുന്ന വാഹനം, പെട്രോൾ എഞ്ചിനിൽ വരുന്ന വാഹനമാണ്. XL എന്നുള്ള വേരിയൻ്റാണ്. സിംഗിൾ ഓണർഷിപ്പ്, സെക്കൻഡ് ഓണർഷിപ്പിൽ 71,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള KL07 എറണാകുളം രജിസ്ട്രേഷനിൽ വരുന്ന വാഹനമാണ്. പെരുമ്പാവൂർ രജിസ്ട്രേഷനിലെ സിയാസാണ് നമ്മൾ മുമ്പ് കാണിച്ചിട്ടുള്ളത്. ഇത് എറണാകുളം രജിസ്ട്രേഷനിൽ വരുന്ന സണ്ണി സെഡാൻ വാഹനം. അപ്പോൾ അധികം റണ്ണിങ് കുറവാണ്, പക്ഷേ നല്ല യാത്രാ കംഫർട്ട് വേണം, നല്ല ഇൻറ്റീരിയർ സ്പേസ് വേണം. കൂടുതൽ റണ്ണിങ് ഒന്നുമില്ല, നോർമൽ റണ്ണിങ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു വാഹനമാണ് നിസാൻ സണ്ണി പെട്രോൾ. നോർമൽ റണ്ണിങ്ങിന് മാത്രം സെലക്ട് ചെയ്യാൻ പറയാൻ കാര്യം എന്ന് വെച്ചാൽ മൈലേജ് കുറവായിരിക്കും പെട്രോൾ ആയതുകൊണ്ട്. ഒരു 14-15 ഉള്ളിൽ നിങ്ങൾ മൈലേജ് പ്രതീക്ഷിച്ചാൽ മതി. പക്ഷേ മെയിൻ്റനൻസ് ഫ്രീ ആയിരിക്കും. മെയിൻ്റനൻസിനെ പറ്റി ചിന്തിക്കുന്നുണ്ട്. എസ്പെഷ്യലി 12-13 സണ്ണികൾ നമ്മൾ ഡീസൽ എഞ്ചിനിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ മേ ബി അതിന് പിന്നെ ഇലക്ട്രോണിക് പാർട്സുകളായ പമ്പ്, നോസിൽ അല്ലെങ്കിൽ ടർബോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ കോമ്പണൻസിനൊക്കെ കംപ്ലൈൻറ്റ് മെയിൻ്റനൻസ് വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. കാരണം എന്തായാലും 1 lakh above കിലോമീറ്റർ റൺ ചെയ്ത വാഹനങ്ങളായിരിക്കും ഡീസൽ എഞ്ചിന് സാധാരണ പൊതുവെ നമുക്ക് കാണാറ്. അപ്പോൾ അതിനൊക്കെ മേ ബി നമ്മുടെ ഭാഗ്യം പോലെ തന്നെ ചിലപ്പോൾ കംപ്ലയിൻറ്റ് വരാതിരിക്കാം. അപ്പോൾ കൂടുതൽ റണ്ണിങ് ഉള്ളവർക്ക് മാത്രമായിരിക്കും ഡീസൽ എഞ്ചിൻ ബെറ്റർ ആവുന്നത്. കാരണം വെച്ചാൽ ചെറിയ ലോക്കൽ ആവശ്യങ്ങൾക്ക് കൂടിയിട്ട് വർക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞപ്പോൾ തന്നെ ഒരു പമ്പോ നോസിൽ അല്ലെങ്കിൽ ടർബോ ഒക്കെ കംപ്ലയിൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അറൗണ്ട് 20-25,000 ഒക്കെ നമുക്ക് കോസ്റ്റ് വരും. അപ്പോൾ അത്രയും നമുക്ക് ആ വാഹനം ഓടി മുതലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു വാഹനത്തിലേക്ക് ഡീസലിലേക്ക് പോയിട്ട് കാര്യമുള്ളൂ. അല്ലാതെ നോർമൽ ഒരു പെർ ഡേ ഒരു 50 കിലോമീറ്റർ ഒക്കെ റണ്ണിങ് ഉള്ളവർക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ പെട്രോൾ വാഹനം സെലക്ട് ചെയ്യായിരിക്കും. പെട്രോൾ മനസ്സിലായി മെയിൻ്റനൻസിനെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഈ ഒരു വാഹനത്തിലേക്ക് വരികയാണെങ്കിൽ 13 മോഡൽ, സെക്കൻഡ് ഓണർഷിപ്പ് 71,000 കിലോമീറ്റർ ഓടിയുള്ള XL എന്നുള്ള വേരിയൻ്റാണ്. നല്ലൊരു അടിപൊളി ആഫ്റ്റർ മാർക്കറ്റ് അലോയ്സ് ഒക്കെ ഈ ഒരു വാഹനത്തിനകത്ത് ചെയ്തിട്ടുണ്ട്. എക്സ്റ്റീരിയർ ഭാഗങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങളൊന്നുമില്ല, ഡാമേജോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. ബാക്ക് ലെവൽ വരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 70-80% ടയേഴ്സ് കിടക്കുന്നുണ്ട്. നേരെ ഇൻറ്റീരിയറിലേക്ക് കിടക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു സീറ്റ് കവർ ഇതിനകത്ത് വന്നിട്ടുണ്ട്. XL എന്നുള്ള വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ, കമ്പനി സ്റ്റീരിയോ, ഓട്ടോ ക്ലൈമറ്റ് AC, ഡുവൽ എയർ ബാഗ്, ABS തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട്. ഇതിന് തൊട്ട് മുകളിൽ XV എന്നുള്ളൊരു വേരിയൻ്റ് കൂടി അതായിരുന്നെങ്കിൽ പുഷ്പട്ടം സ്റ്റാർട്ട്, അലോയ് വീൽസ് തുടങ്ങിയിട്ടുള്ള കമ്പനി ഫിറ്റഡ് അലോയ്സ് കാര്യങ്ങളെല്ലാം വരുമായിരുന്നു. ഇതിനകത്ത് ആഫ്റ്റർ മാർക്കറ്റ് അലോയ് ചെയ്തിട്ടുണ്ട്. ഇനി എൻജിൻ സൈഡും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എഞ്ചിൻ ഭാഗത്തേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ പരിക്കോ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. ക്രോസ് ബമ്പർ തുടങ്ങിയിട്ടുള്ളതിനൊന്നും ഡാമേജ് ഇല്ല. നിങ്ങൾക്ക് ആ കളറിൻ്റെ ഫെയ്ഡിങ് കണ്ടാൽ തന്നെ മനസ്സിലാവും. കാര്യപ്പെട്ട ഇമ്പാക്റ്റ് കാര്യങ്ങളൊന്നും ഫ്രണ്ടിൽ നിന്നൊന്നും സംഭവിക്കാത്ത അത്യാവശ്യം ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു വാഹനം തന്നെയാണ് ഈ 2013 മോഡലിൽ നിന്ന് സണ്ണി പെട്രോൾ എഞ്ചിനിൽ നിന്ന് ഈ വാഹനം സ്വന്തമാക്കാം 2,70,000 രൂപക്ക്. ഒരു 2,25-2,30 ഒക്കെ നമുക്ക് ഇതിനകത്ത് ഫിനാൻസ് സൗകര്യം ലഭിക്കും. അപ്പോൾ ചെറിയൊരു 50,000 രൂപ അല്ലെങ്കിൽ 60,000 രൂപ, മാക്സിമം 70,000 രൂപ ഒക്കെ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റിയൊരു വാഹനമാണ് 13 മോഡൽ വരുന്ന ഈ സണ്ണി. ഇതിനകത്ത് നമുക്ക് ഫിനാൻസ് 3 വർഷത്തേക്കായിരിക്കും ഫിനാൻസ് സൗകര്യം ലഭിക്കുന്നത്. ഏകദേശം 8 സംതിങ് വെച്ചിട്ടാണ് ഇതിൻ്റെ EMI വരിക. ഒരു 7 സീറ്റ് വാഹനമാണ്. അത് മഹേന്ദ്രയുടെ 7 സീറ്റ് വാഹനം, മഹേന്ദ്ര XUV 500 2012 മോഡൽ
W8 എന്നുള്ള വേരിയൻ്റ് സെക്കൻഡ് ഓണർഷിപ്പിൽ 1 lakh കിലോമീറ്റർ അപ്പോൾ റൺ ചെയ്തിട്ടുള്ളൊരു വാഹനം. കേൽപ്പത്ത് രജിസ്ട്രേഷനിൽ വരുന്ന വാഹനമാണ്, മലപ്പുറം രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം. W8 ആണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനമാണ്. എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട്. XUVയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഡ്രൈവിംഗ് കംഫർട്ട് മാക്സിമം ഡ്രൈവിംഗ് കംഫർട്ട് ലഭിക്കുന്ന ഒരു വാഹനമാണ് XUV W8 എന്നുള്ള ഒരു വേരിയൻ്റ് വാഹനം. എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. നമുക്കൊരു ഹൈറ്റിലിരുന്ന് ഡ്രൈവ് ചെയ്യുന്ന ഒരു ഫീൽ ലഭിക്കുന്നുണ്ട്. നമ്മളെ വാഹനം നമ്മളെ കയ്യിൽ ഒതുങ്ങി നിൽക്കും. അതുപോലെ തന്നെ ഏത് കട്ടറും നമുക്കൊരു ഉള്ളിലേക്ക് ആ ഒരു സസ്പെൻഷൻ്റെ ഇമ്പാക്റ്റോ കാര്യങ്ങളോ ഒന്നും ലഭിക്കാത്ത രീതിയിൽ നമുക്ക് ഏത് കട്ടറും എടുത്തിട്ട് ഓടിക്കാൻ പറ്റിയ ഒരു വാഹനം, ചേസ് വാഹനം ആയതുകൊണ്ട് തന്നെ ആ ഒരു ഇമ്പാക്റ്റ് കാര്യങ്ങളൊന്നും നമുക്ക് ഉള്ളിലേക്ക് വാഹനത്തിൽ ഉള്ളിലിരിക്കുന്ന ഒരു പാസഞ്ചർക്കോ അല്ലെങ്കിൽ ഡ്രൈവർക്കോ ആ ഒരു ഫീല് ലഭിക്കാത്ത രീതിയിൽ ഓടിക്കാൻ പറ്റിയ ഒരു വാഹനമാണ് W8 വേരിയൻ്റ് XUV 500 എന്നുള്ള ഈ 2012 മോഡലിൽ ഈ വാഹനം. 12 മോഡൽ വാഹനമല്ല, XUV എന്നുള്ള വാഹനം. അപ്പോൾ 1,40,000 സംതിങ് കിലോമീറ്ററാണ് ഈ ഒരു വാഹനം നിലവിൽ റൺ ചെയ്തിട്ടുള്ളത്. പ്രോപ്പർ സർവീസ് കാര്യങ്ങൾ എല്ലാം പോയിട്ടുണ്ട്. W8 ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സിൻ്റെ ഒരു കൊട്ടാരം തന്നെ പറയാം. ഫ്രണ്ട് തുടങ്ങുകയാണെങ്കിൽ പ്രൊജക്ട് ഹെഡ് ലാമ്പ് വരുന്നുണ്ട്, അലോയ്സ് വരുന്നുണ്ട്, മിറർ ഇൻഡിക്കേറ്റർ, മിറർ ഫോൾഡിങ്, പിന്നെ ക്രൂയിസ് കൺട്രോൾ, ഓട്ടോ ക്ലൈമറ്റ് AC, സ്റ്റിയറിംഗ് കൺട്രോൾസ്, കമ്പനി സ്റ്റീരിയോ, സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, അങ്ങനെ എണ്ണി പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഫീച്ചേഴ്സാണ് ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുള്ള. ബാക്ക് വൈപ്പർ, ഡിഫോഗർ തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം വന്നിട്ടുണ്ട്. വാഹനം മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. 14 വർഷം ആകാൻ പോവുകയാണെങ്കിൽ പോലും വാഹനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും നല്ല ക്വാളിറ്റിയിലാണ് വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. 12 വർഷം ആവാൻ പോവുകയാണെങ്കിൽ പോലും നല്ല ക്വാളിറ്റിയിൽ വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എക്സ്റ്റീരിയർ ആയാലും ഇൻറ്റീരിയർ ആയാലും പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വാഹനത്തിനകത്ത് മറ്റൊരു പ്രത്യേകത വെച്ചാൽ കേൽപ്പത്ത് മലപ്പുറത്ത് ഇറങ്ങിയ വാഹനം സെക്കൻഡ് ഓണർഷിപ്പ് വന്ന് ട്രിവാൻഡ്രത്തായിരുന്നു. വീണ്ടും ഈ ഒരു വാഹനം തിരിച്ച് മലപ്പുറത്തിലേക്ക് വന്നു എന്നുള്ളതാണ്. ഇനി അടുത്ത ആൾ എവിടെയുള്ള ആളായിരിക്കും എന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല. ഇന്ത്യൻ ഭാഗത്തേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം കമ്പനി കവർ തന്നെയാണ്. ഈ W8 എന്നുള്ള വേരിയൻ്റ് അകത്ത് സീറ്റ് കവർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സാധാരണ ഇതിൽ ഞാൻ XUVക്ക് പറയുന്ന ഏറ്റവും വലിയൊരു പോരായ്മയാണ് ഈ ഒരു ഹാൻഡ് ബ്രേക്കിൻ്റെ പിന്നെ ഇതിൻ്റെ ഈ ഒരു ഡാമേജ് വരുന്നത്, ഈ കവറിങ് ഡാമേജ് വരുന്നത്. ഇത് പുതിയ കവറിങ് ഇട്ടതായിരിക്കും, കാരണം ഇത് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് പുതിയ കവറാണ് നമുക്ക് ഉറപ്പിക്കാം. പിന്നെ ഇന്ത്യൻ ഭാഗത്ത് ഡാഷ്ബോർഡ് കാര്യങ്ങൾക്കൊന്നും ഡാമേജോ പരിക്കോ കാര്യങ്ങളൊന്നുമില്ല, നല്ല വൃത്തിയിൽ നിൽക്കുന്നുണ്ട്. കാര്യപ്പെട്ട നെഗറ്റീവ്സ് ആയിട്ട് നമുക്കൊന്നും പറയാൻ കാണുന്നില്ല. നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് വാഹനത്തിന് ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ടയർ കണ്ടീഷനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 80-85% 4 ടയേഴ്സും കിടക്കുന്നുണ്ട്. ജസ്റ്റ് എൻജിൻ സൈഡും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു കളർ കണ്ടാൽ തന്നെ മനസ്സിലാവും ഫ്രണ്ടിൽ നിന്ന് അടിയോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല. അതേ കളർ ഇവിടെയും കിട്ടുന്നുണ്ട്. ആ ഒരു ബ്ലാക്ക് 2012 വർഷത്തെ പഴക്കം നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ. അതേപോലെ തന്നെ ബോണറ്റിൻ്റെ ഇന്നർ സൈഡിൽ നിങ്ങൾക്ക് ഒരു ബ്ലാക്ക് കളർ ഉണ്ടാൽ തന്നെ മനസ്സിലാവും. ഫ്രണ്ടിൽ നിന്ന് അടിയോ കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. ഇനി മറ്റൊന്നൊരു ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു കളർ, ആ ബ്ലാക്ക് കളർ വന്ന് തുടങ്ങിയിട്ടുണ്ട്. 12 വർഷത്തെ പഴക്കം നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ നിന്ന് ഇമ്പാക്റ്റോ കാര്യങ്ങളോ അടികളോ കാര്യങ്ങളോ ഒന്നും കിട്ടാത്തൊരു വാഹനമാണെന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോ ജസ്റ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അനുമാനിക്കാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ മറ്റൊരു രീതിയിൽ എവിടെയെങ്കിലും വാഹന വീഡിയോസൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് അവർ പറയാതെ തന്നെ ഈ ഒരു വാഹനത്തിനകത്ത് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്നുള്ളത് ഷോർട്ട് കട്ടായിട്ട് നിങ്ങൾ കണ്ടെത്താൻ പഠിക്കണം. അത് അത്തരത്തിൽ പലരും വാഹനത്തെ പറ്റി ഒന്നും അറിയാത്തവർ പോലും പഠിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ വളരെ സന്തോഷം. നമ്മളെ വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അത്തരത്തിലേക്ക് മാറുന്നുണ്ടെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം. കാരണം ഒത്തിരി പേരൊക്കെ ഇവിടെ വാഹനം പർച്ചേസ് ചെയ്യാൻ വരുന്ന സമയത്തൊക്കെ പറയാറുണ്ട്, നിങ്ങളെ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഞാൻ ഇതൊക്കെ പഠിച്ചത്, ഗ്ലാസ്സിലെ സ്റ്റിക്കർ നോക്കാൻ പഠിച്ചത്, പിന്നെ ഇതിൻ്റെ ഫ്രണ്ടത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ പഠിച്ചത്. അപ്പോൾ അതിന് ഞാൻ വളരെ സന്തോഷം. അപ്പോൾ ഈ ഒരു വാഹനം 2012 മോഡൽ വരുന്ന ഈ W8 വേരിയൻ്റ് XUV വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം 5,50,000 രൂപ നെറ്റ് പ്രൈസോടുകൂടി. 5,50,000 ഒരു 4,75 വരെ നമുക്ക് ലോൺ സൗകര്യം ലഭിക്കും. 2012 ആയതുകൊണ്ട് നമുക്ക് 3 വർഷത്തേക്കായിരിക്കും ഇതിൻ്റെ ലോൺ സൗകര്യം ലഭിക്കുക. അപ്പോൾ കസ്റ്റമർ പ്രൊഫൈൽ അനുസരിച്ച് ചെറിയ EMI അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരും. അപ്രോക്സിമേറ്റ് 14 to 15 രൂപ റേഞ്ചിലായിരിക്കും ഇതിൻ്റെ EMI വരിക. നമ്മുടെ അടുത്ത വാഹനം ജീപ്പിലൊക്കെ ഡ്രൈവ് ചെയ്യുന്ന രീതിയിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റിയ ഒരു വാഹനം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വിശേഷിപ്പിച്ചൊരു വാഹനമായിരുന്നു മഹീന്ദ്രയുടെ KUV 2018 മോഡൽ K2 എന്നുള്ള വേരിയൻ്റ് വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ വെറും 28,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള പെട്രോൾ എഞ്ചിനിലിരുന്ന വാഹനം KL07 എറണാകുളം രജിസ്ട്രേഷനിലിരുന്ന വാഹനം കൂടിയാണിത്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്നൊരു വാഹനമാണ്. K2 എന്ന് പറഞ്ഞാൽ ബേസ് വേരിയൻ്റാണ് ഈ ഒരു വാഹനം വരുന്നത്. പക്ഷേ എങ്കിൽ പോലും അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നുണ്ട്. ഫ്രണ്ടിലെ ആ പ്രൊഫൈൽ നോക്കുമ്പോൾ തന്നെ മൊത്തത്തിലൊരു ക്രോമിൻ്റെ മായ എന്ന് പറയുന്ന രീതിയിൽ ക്രോം ഫിറ്റിംഗ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബമ്പറിൻ്റെ അതിനകത്തും അതേപോലെ തന്നെ ഹെഡ്ലൈറ്റിനകത്തൊക്കെ ക്രോം ഫിറ്റിംഗ്, ക്രോം ലൈനിങ് കൊടുത്തിട്ട് നല്ലൊരു ഫ്രണ്ടിലേക്ക് ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു വാഹനം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫ്രണ്ടേജ്. അതേപോലെ സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഒന്നും തന്നെ വരാത്ത രീതിയിൽ വാഹനം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു വെതർഷിപ്പിനൊക്കെ ഒരു ക്രോം ഫിറ്റിംഗ് കൊടുത്ത്, മിററിനൊക്കെ ഒരു ക്രോം ഫിറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഡോർ ഹാൻഡിലിനൊക്കെ ക്രോം ഫിറ്റ് കൊടുത്ത്, ബാക്ക് റോക്ക് വരികയാണെന്നുണ്ടെങ്കിലും ഇവിടെയും ഒരു ക്രോമിൻ്റെ മായാജാലം പണിതിട്ടുണ്ട്. കാരണം ആ ഒരു പിന്നെ ഡിക്കിക്കകത്തൊരു ക്രോം ലൈൻ കൊടുത്തിട്ടുണ്ട്, താഴെ ഭാഗത്തൊരു ലൈൻ കൊടുത്തിട്ടുണ്ട്. ആ ബമ്പറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ താഴെ ബമ്പറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും
കോർണറിലേക്ക് വരികയാണ്, ബമ്പർ കോർണറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലൊക്കെ മൊത്തത്തിലൊരു ക്രോം കൊണ്ട് ഒരു മായാജാലം തീർത്ത ഒരു വാഹനം എന്നറിയാം വിശേഷിപ്പിക്കാവുന്ന ഒരു വാഹനമായിരിക്കും മാറ്റിയിട്ടുണ്ട്. ഈ KUV 2018 മോഡൽ വരുന്നൊരു വാഹനം. ഇന്റീരിയർ ഭാഗത്തേക്ക് കടത്തണമെങ്കിൽ K2 വേരിയൻറ്റിൽ സാധാരണഗതിയിൽ പവർ വിൻഡോസ് ഒന്നും വരാറില്ല. പക്ഷേ ഈ ഒരു വാഹനത്തിനകത്ത് പവർ വിൻഡോക്ക് അഡീഷണലി ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കമ്പനി ഫിറ്റിംഗ് ഇല്ലെങ്കിൽ പോലും അഡീഷണലി പവർ വിൻഡോസ് ഒക്കെ അഡീഷണലി ചെയ്തിട്ടുണ്ട്. പിന്നെ സീറ്റ് കവർ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. 6 സീറ്റർ വാഹനം കൂടിയാണിത്. പിന്നെ JVCയുടെ സ്റ്റീരിയോ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സാധാരണ ഇതിലൊരു വാഹനത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് അഡീഷണലി ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി സ്റ്റാരിംഗ് കവർ എന്ന് പറയാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് ഈ ഒരു വാഹനത്തിനകത്ത് ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഒരു സ്പാർക്കിംഗ് സെൻസർ വന്നിട്ടുണ്ട്. അതൊക്കെ അഡീഷണലി ഫിറ്റ് ചെയ്ത്, അപ്പോൾ ഒരുപാട് ആക്സറീസ് നമുക്ക് അഡീഷണലി ഈ ഒരു വാഹനത്തിനകത്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അപ്പോൾ എടുക്കുന്ന ഒരാൾക്ക് സാധാരണ ഇതിൽ ബേസിക് ആയിട്ട് വേണ്ട ഫീച്ചേഴ്സ് K2 എന്നുള്ള വേരിയൻ്റിനകത്ത് സാധാരണ കൊടുക്കാറില്ലെങ്കിൽ പോലും ഒരു കസ്റ്റമർക്ക് ഒരു പിന്നെ വാഹനപ്രേമിക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് അഡീഷണലി ഫിറ്റ് ചെയ്തിട്ടുള്ള ഒരു വാഹനം കൂടിയാണിത്. എഞ്ചിൻ ഭാഗം കാണിച്ചു തരാം. എഞ്ചിൻ ഭാഗത്തേക്ക് കിടക്കണമെങ്കിൽ സാധാരണ ഇതിൽ മഹീന്ദ്ര വാഹനങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞ് തുരുമ്പ് ശ്രദ്ധിക്കണം. സാധാരണ ഈ ഒരു കോർണറിലൊക്കെയാണ് തുരുമ്പ് വരാറ്. ഈ ഒരു കോർണർ അതേപോലെ തന്നെ ഡോറിൻ്റെ സൈഡിലൊക്കെയാണ് തുരുമ്പ് അധികം കാണാറ്. അപ്പോൾ ഈ ഒരു വാഹനത്തിന് ഇത്രയും ലോ കിലോമീറ്റർ വാഹനമായതുകൊണ്ടും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തൊരു വാഹനമായതുകൊണ്ടും അത്തരത്തിലുള്ള നെഗറ്റീവ്സ് കാര്യങ്ങളൊന്നുമില്ല, എവിടെയും കാണുന്നില്ല. ബോണ്ടിൻ്റെ ഇന്നർ സൈഡിലോ കാര്യങ്ങൾക്കൊന്നും കാണുന്നില്ല. പിന്നെ സെൻട്രൽ ലോക്കിൻ്റെ ഒരു സൗണ്ട് സിസ്റ്റം ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ ലോക്കൊക്കെ ഇതിനകത്ത് അഡീഷണലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള ഒരു വാഹനമാണിത്. കാരണം എടുക്കുന്ന ഒരാൾക്ക് പ്രത്യേകിച്ച് ഇതിനകത്ത് K2 ബേസ് വേരിയൻ്റ് ആയതുകൊണ്ട് ആക്സറീസ് ചെയ്യണം എന്നുള്ളൊരു ടെൻഷൻ വേണ്ട. കാരണം എല്ലാ ഫിറ്റിങ്സും ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2018 മോഡലിൽ ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം 3,15,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി. 3,30 ഇവിടെ ആസ്കിങ്. 3,15 നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കാം. അതിനകത്ത് 2,75 2,80 നമുക്ക് ലോൺ സൗകര്യം ലഭിക്കും. അപ്പോൾ ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി വാഹനമാണ് 2018 മോഡലിൽ നിന്നൊരു KUV സിംഗിൾ സെക്കൻഡ് ഓണർഷിപ്പിൽ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഈ ഒരു വാഹനം. 5 വർഷത്തേക്കായിരിക്കും ഇതിൻ്റെ EMI സൗകര്യം ലഭിക്കുന്നത്. ഏകദേശം ഒരു 7 to 8 റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. നമ്മുടെ അടുത്ത വാഹനം ഏറ്റവും സ്മാർട്ട് സെഗ്മെൻറ്റിൽ വരുന്നൊരു വാഹനമാണ് ഡാറ്റ്സൻ്റെ റെഡിഗോ 2018 മോഡൽ T ഓപ്ഷനിൽ നിന്ന് വരുന്ന വാഹനമാണിത്. സിംഗിൾ ഓണർഷിപ്പിൽ 52,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള KL05 രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം. ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇതിൻ്റെ മൈലേജാണ്. 22 കിലോമീറ്റർ നമുക്ക് ഷുവർ പെട്രോൾ മൈലേജ് ലഭിക്കും. മാത്രമല്ല നമുക്ക് ചെറിയൊരു ഇടവഴി ഉണ്ടെങ്കിൽ ആ ഇടവഴിയിലൂടെ നമുക്ക് സുഖമായിട്ട് വാഹനം ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റിയ ഒരു വാഹനം. നമുക്ക് ടൗൺ പർപ്പസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ, പാർക്കിങ്ങിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വാഹനമാണ് ഡാറ്റ്സൺ റെഡിഗോ. അത്യാവശ്യം മൈലേജ് ഉണ്ട്. അത്യാവശ്യം ഇന്റീരിയർ വാഹനം ഈ കാണുന്ന പോലെയുള്ള ഡിസൈനല്ല. ഇന്റീരിയർ ഭാഗത്തേക്ക് അത്യാവശ്യം നമുക്ക് സ്പേസ് കാര്യങ്ങളെല്ലാം കിട്ടുന്നത്. നമ്മുടെ ടാറ്റ നാനോയുടെ ഒക്കെ പ്രത്യേകത. ടാറ്റ നാനോയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വിശാലമായിട്ടുള്ള ഇന്റീരിയർ സ്പേസ് ഉണ്ട്. പക്ഷേ വാഹനം കാണുമ്പോൾ ചെറിയൊരു ഇരുമ്പ് ഇങ്ങനെ മടക്കി വെച്ച പോലെ നമുക്ക് ഫീൽ ചെയ്യുമെങ്കിൽ പോലും ഈ ഒരു വാഹനത്തിനും അതേപോലെ തന്നെ നമുക്ക് ഇന്റീരിയർ സ്പേസ്, അത്യാവശ്യം ഇന്റീരിയർ സ്പേസ് കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. പിന്നെ 800 cc വരുന്ന എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത്. 52,000 കിലോമീറ്ററാണ് സിംഗിൾ ഓൺഷിപ്പിൽ ഈ വാഹനം നിലവിൽ റൺ ചെയ്തിട്ടുള്ളത്. റെഡിഗോ T ഓപ്ഷണൽ ആയതുകൊണ്ട് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. 2 ഡോർ പവറിൻ്റെ വരുന്നുണ്ട്, AC പവർ സ്റ്റാരിങ്, കമ്പനി സ്റ്റീരിയോ, സെൻട്രൽ ലോക്ക് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി സീറ്റ് കവറൊക്കെ ഇതിനകത്ത് അഡീഷണലി ഫിറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു സാധാരണക്കാരൻ ഒരു 2 വീലറിൽ നിന്ന് 4 വീലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമായിരിക്കും. ഒന്ന് മെയിൻ്റനൻസിൻ്റെ പ്രശ്നം, പിന്നെ അതേപോലെ തന്നെ മൈലേജിൻ്റെ പ്രശ്നം. അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായിട്ടുള്ളൊരു വാഹനം കൂടി. സാധാരണക്കാരനായിട്ടുള്ള ഒരാൾക്ക് 2 വീലറിൽ നിന്ന് 4 വീലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റിയ ഒരു വാഹനമാണിത്. കാരണം മൈലേജ് സാധാരണ ഒരു യമഹയുടെ വാഹനങ്ങൾക്ക് കിട്ടുന്ന രീതിയിലുള്ള അത്യാവശ്യം മൈലേജും കിട്ടുന്നുണ്ട്. പിന്നെ മാത്രമല്ല മെയിൻ്റനൻസ് ഫ്രീ ആയിട്ടുള്ള ഒരു വാഹനമാണെന്നും കൂടി നമുക്ക് പറയാൻ പറ്റും. കാരണം അവർ കാര്യപ്പെട്ട പണികളോ കാര്യങ്ങളൊന്നും ഇതുവരെ ഒരു വാഹനത്തിനകത്തും ഇതുവരെ സാധാരണ ഇത് ഒരുപാട് കസ്റ്റമർ നമ്മളടുത്ത് റെഡിഗോ പർച്ചേസ് ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഒരു കംപ്ലയിൻ്റ് ആയിട്ട് നമുക്ക് സ്ഥിരമായിട്ട് റെഗുലറായിട്ട് ഇന്ന കംപ്ലയിൻറ്റ് വരുന്നുണ്ട് എന്നുള്ളത് അറിയിച്ചിട്ടില്ല. സെയിം നമ്മുടെ കിഡിൻ്റെ അതേ എഞ്ചിൻ, റിനോൾട്ടിൻ്റെ അതേ എഞ്ചിൻ ആയതുകൊണ്ട് ആ ഓയിൽ ലീക്കിൻ്റെ പ്രശ്നം വരാനുള്ള സാധ്യത ഉണ്ട്. അത് മാത്രമേ ഒരു നെഗറ്റീവായിട്ട് പറയാനുള്ളൂ. അപ്പോൾ നിലവിൽ ഇതിന് ഓയിൽ ലീക്കോ കാര്യങ്ങളോ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അത് ഭാവിയിൽ വരും. അപ്പോൾ അത് വരുന്ന സമയത്ത് ഇതിൻ്റെ പാക്കിംഗ് മാറ്റിയിട്ടൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക എന്ന് മാത്രമേ അതിനകത്ത് വഴിയുള്ളൂ. വേറെ എഞ്ചിൻ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ പരിക്ക് കാര്യങ്ങൾ അല്ലെങ്കിൽ ഡാമേജ് കാര്യങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല. ഈ റിനോൾട്ടിൻ്റെ വാഹനങ്ങൾ അല്ലെങ്കിൽ ഈ പിന്നെ ഡാറ്റ്സൻ്റെ വാഹനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് മുമ്പൊക്കെ ഫേസ് ചെയ്തിരുന്ന പ്രശ്നമായിരുന്നു ആക്സിലേറ്ററിൻ്റെ പിന്നെ പെഡൽ കംപ്ലയിൻ്റ് ആവുമെന്നുള്ളത്. കണ്ടിന്യൂസിൽ നമ്മളൊരു 1, 2, 3 മാസം യൂസ് ചെയ്യുമ്പോഴേക്കും ആക്സിഡൻറ്റിൻ്റെ പെഡൽ കംപ്ലയിൻ്റ് ആവും. അത് റീപ്ലേസ് ചെയ്യേണ്ട വാഹനം ഓവർ റേസിംഗ് വരുന്നൊരു പ്രശ്നം എല്ലാ വാഹനങ്ങൾക്കും വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്ന 1,000-1,500 രൂപ 2,000 രൂപയുടെ ഉള്ളിലായിരുന്നു അതിൻ്റെ പെഡലിൻ്റെ കോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അത് റീപ്ലേസ് ചെയ്ത പ്രശ്നം തീരുമായിരുന്നു. അപ്പോൾ അത് കണ്ടിന്യൂസ്ലി പ്രശ്നം വന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ കമ്പനി അതിന് ഒരു വേറെ ലെവലിലേക്ക് സോഫ്റ്റ്വെയർ ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്ത് സെൻസറൊക്കെ ഒന്നുകൂടി മാറ്റി പുതിയ രീതിയിലേക്കൊരു സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം കോസ്റ്റ് 8,000 രൂപയോളം ഇപ്പോൾ കോസ്റ്റ് വരുന്നുണ്ട്. കാരണം ഇത് പ്രോഗ്രാമിംഗ് കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ 8,000 രൂപയാണ് കോസ്റ്റ്
കോസ്റ്റ് വരുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രോബ്ലം ഉള്ളതുകൊണ്ട് തന്നെ കമ്പനി അത് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ട സൊല്യൂഷൻ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മുമ്പ് നിങ്ങൾ റീപ്ലേസ് ചെയ്ത സമയത്ത് 1000 അല്ലെങ്കിൽ 2000 ആയിരിക്കും ആക്സിലേറ്റർ പെഡലിൻ്റെ കോസ്റ്റ് വന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ പോയി ചോദിക്കുന്ന സമയത്ത് 8000 രൂപയ്ക്ക് മാറിയിട്ടുണ്ട്, അത് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു കോസ്റ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു വാഹനം 2018 മോഡലിൽ നിന്ന് ഈ വാഹനം സ്വന്തമാക്കാം 2,10,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി. അതിനകത്ത് തന്നെ നമുക്ക് 2 ലക്ഷം അല്ലെങ്കിൽ 2.10 ഫുൾ ലോൺ ലഭിക്കുന്ന ഒരു വാഹനം കൂടിയാണിത്. മാക്സിമം ലോണിൽ നമുക്ക് ഇറക്കാൻ പറ്റിയ ഒരു വാഹനം. അത് 5 വർഷത്തേക്കായിരിക്കും ഇതിൻ്റെ EMI സൗകര്യം ലഭിക്കുന്നത്. ഏകദേശം ഒരു 4,500 5 രൂപ റേഞ്ചിലൊക്കെയാണ് ഇതിൻ്റെ EMI വരിക. നമ്മുടെ അടുത്ത വാഹനം ഹോണ്ടയുടെ ഒരു സെഡാൻ വാഹനമാണ് ഹോണ്ട അമേസ് 2016 മോഡൽ SX എന്നുള്ള വേരിയൻ്റ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനം. സിംഗിൾ ഓണർഷിപ്പിൽ 87,000 കിലോമീറ്ററാണ് വാഹനം നിലവിൽ റൺ ചെയ്തിട്ടുള്ളത്. KL4 ആലപ്പുഴ രജിസ്ട്രേഷനിൽ ഒരു വാഹനമാണിത്. SX എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫുൾ ലോഡ് വാഹനമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങൾ അതും എല്ലാം വരുന്നുണ്ട്. പിന്നെ മാത്രമല്ല പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ 16-17 റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും ലേറ്റസ്റ്റ് 2016-17 കാലഘട്ടങ്ങളിൽ ഇറങ്ങിയിട്ടുള്ള ഫേസ് ലിഫ്റ്റോട് കൂടി വന്നിട്ടുള്ള ഒരു വേരിയൻ്റാണ് ഈ ഒരു വാഹനം. സാധാരണ ഇതിൽ അമേസിനെ പറ്റി പെട്രോളിനെ പറ്റി പറയുകയാണെങ്കിൽ അങ്ങനെ മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം പൊതുവെ കുറവായിരിക്കും. ഡീസലിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മൈലേജ് കുറവായിരിക്കും, പക്ഷേ മെയിൻ്റനൻസും അതോടൊപ്പം തന്നെ വളരെ കുറഞ്ഞ ഒരു വാഹനമാണ് ഹോണ്ട അമേസ്. SX എന്നുള്ള വേരിയൻറ്റിൽ വരുന്ന ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റിയറിംഗ് കൺട്രോൾ, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം, ഓട്ടോ ക്ലൈമറ്റ് AC, സൺലോക്ക്, സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സാധാരണ SXനകത്ത് അലോയ് വീൽസ് കാണണമായിരുന്നു, പക്ഷേ ഈ ഒരു വേരിയൻറ്റിനകത്ത് SXനകത്ത് അലോയ്സ് കാണാനില്ല. അതെന്താണെന്നുള്ളവർ അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. iVTEC എഞ്ചിനിലിരുന്ന ഒരു 1.2 ലിറ്ററിലിരുന്ന എഞ്ചിൻ 1.2 ആണോ 1.4 ആണെന്നുള്ളത് ചെക്ക് ചെയ്യാനുണ്ട്. എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ മെയിൻ്റനൻസിനെ പറ്റി ഒന്നും നോക്കും വേണ്ട. എക്സ്റ്റീരിയർ ഭാഗങ്ങളൊന്നും കാര്യപ്പെട്ട ഡാമേജും പരിക്കും കാര്യങ്ങളും ഒന്നും തന്നെ ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടില്ല. ഇൻറ്റീരിയർ ഭാഗത്തേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സീറ്റ് വർക്ക് അതിനകത്ത് അഡീഷണലി ചെയ്തിട്ടുണ്ട്. പിന്നെ ഹാൻഡ് റെസ്റ്റ് വന്നിട്ടുണ്ട്. കമ്പനി സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. നമ്മുടെ ആ പുതിയ അമേസിലേക്ക് പുതിയ അമേസിൻ്റെ ഇൻറ്റീരിയർ ഡാഷ്ബോർഡിൻ്റെ ഡിസൈനിലേക്ക് മാച്ച് ആവുന്ന രീതിയിലാണ് അതായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റിയ ഏകദേശം ആ രൂപത്തിലുള്ളൊരു ഡിസൈനാണ് ഈ ഒരു 2016-17 കാലഘട്ടങ്ങളിൽ ഇറങ്ങിയിട്ടുള്ള അമേസിൻ്റെ ഡിസൈനും നമുക്ക് വിശേഷിപ്പിക്കാം. അങ്ങനെ പഴയതിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ടാണ് ഇതിൻ്റെ ഡിസൈൻ കിടക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട് ഡുവൽ എയർ ബാഗ്, ABS കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നല്ല അടിപൊളി ആ ബീജ് കളറും അതേപോലെ തന്നെ ബ്ലാക്ക് കളറും മിക്സ് ആയതുകൊണ്ട് തന്നെ കാണുമ്പോൾ തന്നെ ഇൻറ്റീരിയർ കാണുമ്പോൾ തന്നെ ആ ഒരു പ്രീമിയം ലുക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റാൻഡിങ് കൺട്രോൾസ് കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട്. മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്, മിറർ ഫോൾഡിങ് വന്നിട്ടുണ്ട്. എഞ്ചിൻ ഭാഗം ജസ്റ്റ് കാണിച്ചു തരാം. എഞ്ചിൻ ഭാഗത്തേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിലും പരിക്കോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ചേസോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ക്രോസ് ബമ്പർ കാര്യങ്ങൾക്ക് ഡാമേജ് ഇല്ല. ഈ ഒരു സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഡാമേജോ പരിക്കോ കാര്യങ്ങളോ അതുമില്ല. ഓയിൽ ലീക്കില്ല. ഒരു നെഗറ്റീവ്സ് കാര്യങ്ങളൊന്നും തന്നെ പറയാനില്ലാത്ത, പിന്നെ ഗ്ലാസ് കാര്യങ്ങളൊന്നും റീപ്ലേസ് ഇല്ലാത്ത നല്ലൊരു സെഡാൻ വാഹനം അന്വേഷിച്ച് നടക്കുന്നവർക്ക് പറ്റിയ ഒരു വാഹനമാണ്. മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം വളരെ കുറഞ്ഞിട്ടുള്ള ഒരു വാഹനം കൂടിയാണിത്. ഹോണ്ടയെ സംബന്ധിച്ചിടത്തോളം മെയിൻ്റനൻസ് കുറവായിരിക്കും, പക്ഷേ കമ്പയർ കോസ്റ്റ് കുറച്ച് കൂടുതലായിരിക്കും. മെയിൻ്റനൻസ് അങ്ങനെ ഇങ്ങനെയൊന്നും വരാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഹോണ്ടയുടെ വാഹനങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സെലക്ട് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പാസ്റ്റ് എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സാധാരണ കസ്റ്റമർ റിവ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊന്നും ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഓയിൽ ലീക്ക് അല്ലെങ്കിൽ എഞ്ചിൻ പരമായിട്ടുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളെല്ലാം വളരെ അപൂർവമായിട്ട് മാത്രമേ വരുള്ളൂ. പക്ഷേ നിങ്ങൾ ഷോറൂമിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ ഓരോ പാർട്സിന് സ്പെയറിന് വരുന്ന കോസ്റ്റ് ഇപ്പോൾ നമ്മൾ മാരുതി അല്ലെങ്കിൽ ഹ്യൂണ്ടായിനെ അല്ലെങ്കിൽ റിനോൾട്ടിനെ ഒക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കോസ്റ്റ് കുറച്ച് കൂടുതലാണെന്ന് മാത്രമേ നമുക്ക് ഒരു പോരായ്മയുള്ളൂ. പക്ഷേ മെയിൻ്റനൻസ് കുറവായിരിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അപ്പോൾ ഈക്വൽ ടോട്ടലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഈക്വൽ ലെവലിൽ തന്നെയാണ് അതിൻ്റെ ഒരു നമുക്ക് ആ മെയിൻ്റനൻസ് കോസ്റ്റ് വരുന്നത്. കാരണം ഇതിന് പൊതുവെ 10,000 കിലോമീറ്ററിൽ മറ്റുള്ള വാഹനങ്ങൾക്ക് മെയിൻ്റനൻസ് വരുമ്പോൾ ഇതിന് 15,000 അല്ലെങ്കിൽ 18,000 കിലോമീറ്ററിൽ മെയിൻ്റനൻസ് വരുള്ളൂ. പക്ഷേ കമ്പയർ ചെയ്യുമ്പോൾ കോസ്റ്റ് കുറച്ച് കൂടുതൽ. കാരണം അതിൻ്റെ ക്വാളിറ്റി കൊണ്ടാണ് ആ കിലോമീറ്റർ അത് നമുക്ക് ലോങ് ലൈഫ് കിട്ടുന്നതും അതിൻ്റെ ഒരു കോസ്റ്റ് കൂടുന്നതും. അപ്പോൾ ഈ ഒരു വാഹനം 16 മോഡൽ വരുന്നൊരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം 4,55,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി. 4,55,000 നമുക്കൊരു 4,20 വരെയൊക്കെ ഫിനാൻസ് സൗകര്യം ലഭിക്കും. അപ്പോൾ ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റ് ഒരു 50,000 അല്ലെങ്കിൽ 60,000 70,000 ഒക്കെ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റിയ ഒരു വാഹനം കൂടി. നല്ലൊരു സെഡാൻ വാഹനമാണ്. 2016 മോഡൽ ചെയ്യുന്ന ഹോണ്ട അമേസ് SX എന്നുള്ള വരുന്ന വാഹനം. 5 വർഷത്തേക്കായിരിക്കും ഇതിൻ്റെ ലോൺ സൗകര്യം ലഭിക്കുന്നത്. ഏകദേശം ഒരു 9 സംതിങ് വെച്ചിട്ടാണ് ഇതിൻ്റെ EMI വരിക. നമ്മുടെ അടുത്ത വാഹനം ഹ്യൂണ്ടായിൻ്റെ മറ്റൊരു ഹാച്ച്ബാക്ക് സെഗ്മെൻറ്റ് വാഹനം 1.1 ലിറ്റർ എഞ്ചിനിൽ വരുന്ന 2019 മോഡൽ ഹ്യൂണ്ടായി സാൻഡ്രോ സ്പോർട്സ് എന്നുള്ള വരുന്ന സിംഗിൾ ഓണർഷിപ്പിൽ 55,000 കിലോമീറ്റർ ഓടിയുള്ള പെട്രോൾ എഞ്ചിനിൽ വരുന്ന വാഹനം. KL11 കോഴിക്കോട് രജിസ്ട്രേഷൻ വരുന്ന വാഹനം. സ്പോർട്സ് എന്ന് പറഞ്ഞാൽ ഫുള്ളിൻ്റെ തൊട്ട് താഴെ ആസ്റ്റയുടെ തൊട്ട് താഴെ നിൽക്കുന്ന വേരിയൻ്റാണ് സ്പോർട്സ് എന്നുള്ള വേരിയൻറ്റ്. അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം കൊടുത്തിട്ടുള്ള നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്നൊരു വാഹനമാണ്. 1.1 ലിറ്റർ ആയതുകൊണ്ട് നമുക്കൊരു 16, 17, 18 റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാം. പിന്നെ നല്ലൊരു പ്രീമിയം ഇൻറ്റീരിയർ ക്വാളിറ്റി, ഇൻറ്റീരിയർ ഡിസൈൻ കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ളൊരു വാഹനമാണ് സാൻഡ്രോ. ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ സ്പോർട്സ് എന്നുള്ള വേരിയൻ്റകത്ത് ഫോഗ് ലാംപ്സ് വരുന്നുണ്ട്. അതേപോലെ തന്നെ 4 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റിയറിംഗ്, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം, സൺലോക്ക്, സ്റ്റിയറിംഗ് കൺട്രോൾസ് തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട്. നല്ല അടിപൊളി ഇൻറ്റീരിയർ ഡിസൈനും അതേപോലെ തന്നെ
എക്സ്റ്റീരിയറും നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം കൂടിയാണിത്. ഡാമേജോ പരിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ എവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടെയിൽ ലാമ്പിനകത്ത് ചെറിയ ഡാമേജ് വന്നിട്ടുണ്ട്, അതൊന്ന് റീപ്ലേസ് ചെയ്യേണ്ട. ഏകദേശം 1000 സംതിങ് രൂപ കോസ്റ്റ് വരുന്നൊരു കാര്യമാണത്. അത് മാത്രമേ ബാക്ക് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ ചെറിയൊരു ഡാമേജ് എങ്കിലും പറയാനുള്ളൂ. പിന്നെ റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട്. ഇൻറ്റീരിയർ ഭാഗത്തേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു നല്ലൊരു ക്വാളിറ്റിയിൽ ഡിസൈൻ കിടക്കുന്നതാണ്. ഹ്യൂണ്ടൈൻ്റെ ഡിസൈൻ ഈ ഒരു വാഹനത്തിനകത്ത് ഞാൻ എല്ലാ വീഡിയോയിലും മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു AC ഇതിൻ്റെ ഒക്കെ പിന്നെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ബെൻസിനകത്ത് വരുന്ന പ്രീമിയം ലെവലിലുള്ള ഒരു വാഹനത്തിനകത്ത് വരുന്ന ഡിസൈനാണ് ഈ ഒരു വാഹനം പിന്നെ ഫോളോ ചെയ്തിട്ടുള്ളത്. സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുണ്ട്, സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട് ഡുവൽ എയർ ബാഗ്, ABS കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട്. സിംഗിൾ എയർ ബാഗാണ് ഈ ഒരു വാഹനത്തിനകത്ത്. ഈ പാസഞ്ചർ സൈഡിൽ എയർ ബാഗ് വരുന്നില്ല, ഡ്രൈവർ സൈഡ് മാത്രമാണ് എയർ ബാഗ് വരുന്നത്. പിന്നെ മൊത്തത്തിൽ വാഹനം നോക്കുകയാണെങ്കിൽ വേറെ പ്രത്യേകിച്ച് പോരായ്മകളായിട്ട് നമുക്കൊന്നും പറയാനില്ലാത്ത ഒരു വാഹനം കൂടിയാണിത്. എഞ്ചിൻ ഭാഗം ജസ്റ്റ് കാണിക്കാം. ടയർ ഭാഗത്തേക്ക് കിടക്കുകയാണെങ്കിൽ 4 ടയറും ഒരു ആവറേജ് ടയറാണുള്ളത്. എഞ്ചിൻ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും പരിക്കോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ചേസോ അപ്രോണോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. പേസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം സ്റ്റോക്ക് കണ്ടീഷനാണ് നിൽക്കുന്നത്. 2021 ബാറ്ററിയാണ് നിലവിൽ റീപ്ലേസ് ചെയ്യാൻ ആയി തുടങ്ങിയിട്ടുണ്ട്. വേറെ കാര്യപ്പെട്ട ഡാമേജും പരിക്കും കാര്യങ്ങളും ഒന്നുമില്ലാത്ത നല്ലൊരു വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു വാഹനം എന്ന് പറയാൻ പറ്റും. കാരണം ഫ്രണ്ടിൽ നിന്ന് ഇമ്പാക്റ്റോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല, ഓയിൽ ലീക്ക് കാര്യങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല. നല്ലൊരു ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ വിൻഷീൽഡ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. 2023 ഇതിൻ്റെ ഈ വിൻഷീൽഡ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ചക്കയ മാങ്ങിയ തേങ്ങ എന്തോ ചതച്ചതിന് ശേഷമാണ് റീപ്ലേസ് ചെയ്തിട്ടുള്ളത്. വിൻഷീൽഡ് നിങ്ങൾ റീപ്ലേസ് ചെയ്ത് നിങ്ങൾക്ക് ഒറ്റയടിക്കാൻ എൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം. കാരണം അതിനകത്ത് സ്റ്റിക്കേഴ്സ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഹ്യൂണ്ടൈൻ്റെ സ്റ്റിക്കേഴ്സ് കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. പകരം ഈ ഒരു വിരലിന് അത്രയും വലുപ്പമുള്ള സ്റ്റിക്കർ മാത്രമാണ് ഇവിടെ വരുന്നത്. ഈ ഒരു സ്റ്റിക്കർ നിങ്ങൾ എവിടെ ഏതൊരു വാഹനത്തിനകത്ത്, ഹ്യൂണ്ടായി ആയിക്കോട്ടെ, മാരുതി ആയിക്കോട്ടെ, ടയോട്ട ആയിക്കോട്ടെ, ഏതൊരു വാഹനത്തിനകത്തും ഈ ഒരു സ്റ്റിക്കർ നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഈ ഒരു സ്റ്റിക്കർ ഉണ്ടോ, ഈ ഒരു വിരലിൻ്റെ അത്രയും വലുപ്പമുള്ള ഒരു സ്റ്റിക്കർ, നീളക്കത്തിലൊരു സ്റ്റിക്കർ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ശ്രേയസ കാണുന്നുണ്ടോ? അപ്പോൾ ഈ ഒരു സ്റ്റിക്കർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ ആ വാഹനത്തിൻ്റെ ആ ഗ്ലാസ് റീപ്ലേസ്ഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഏത് ബ്രാൻഡ് ഏത് വാഹനം നോക്കുകയാണെങ്കിലും ജസ്റ്റ് ഈ സ്റ്റിക്കർ ഉണ്ടോ ചെക്ക് ചെയ്യുക. ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റീപ്ലേസ്ഡ് ആണെന്നതിൽ ഒരു സംശയം വേണ്ട. അപ്പോൾ 2019 മോഡൽ വരുന്ന സിംഗിൾ ഓണർഷിപ്പിൽ വെറും 55,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. 3,90,000 രൂപ നെറ്റ് പ്രൈസോടുകൂടി. ഒരു 360, 370 ഇതിനകത്ത് ഫിനാൻസ് സൗകര്യം ലഭിക്കും. ഒരു ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റ്, 40-50 രൂപ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം കുറഞ്ഞിട്ടുള്ള അത്യാവശ്യം മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്നൊരു വാഹനമാണ് ഹ്യൂണ്ടായി സാൻഡ്രോ. 5 വർഷത്തേക്കായിരിക്കും ഇതിൻ്റെ ലോൺ സൗകര്യം ലഭിക്കുന്നത്. ഏകദേശം 7,508 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ EMI. നമ്മുടെ അടുത്ത വാഹനം ന്യൂ ഷേപ്പിൽ വരുന്നൊരു ഡിസയറാണ്. അതും 2017 മോഡൽ വരുന്ന സിംഗിൾ ഓണർഷിപ്പിൽ 58,000 കിലോമീറ്റർ ഓടിയുള്ള VX എന്നുള്ള വേരിയൻ്റ് ഡിസയർ KL01 ട്രിവാൻഡ്രം രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം. VX എന്ന് പറഞ്ഞാൽ മിഡിൽ ഓപ്ഷനാണ്. തൊട്ട് താഴെ LX, തൊട്ട് മുകളിൽ ZX എന്നുള്ള 3 വേരിയൻസ് ആയിട്ടാണ് ഡിസയർ വാഹനങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. 2017 ഈ ഒരു ഷേപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. 2017 ഏകദേശം മിഡിൽ വരെ ഓൾഡ് ഷേപ്പിൽ വാഹനങ്ങളാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. 2017 എനിക്ക് തോന്നുന്നത് ജൂലൈക്ക് ശേഷമാണ് ഈ ഒരു വാഹനം ഇറങ്ങുന്നത്. ഈ ഒരു ഡിസൈനിൽ മൊത്തം ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ ഡിസൈനിൽ വ്യത്യാസം വന്ന്, എഞ്ചിനിലടക്കം ഡിസൈനിൽ വ്യത്യാസം വന്നിട്ട് 2017 മിഡിലോട് കൂടിയൊക്കെയാണ് ഈ ഒരു ഡിസൈൻ വാഹനം നിരത്തിൽ ഇറങ്ങാൻ തുടങ്ങിയത്. അപ്പോൾ ഈ വാഹനം സിംഗിൾ ഓണർഷിപ്പാണ്. കുറഞ്ഞ കിലോമീറ്റർ 58,000 കിലോമീറ്റർ 2017 അപേക്ഷിച്ച് ഏകദേശം 4-7 വർഷത്തിൽ 58,000 എന്ന് പറഞ്ഞാൽ വളരെ നോർമൽ റണ്ണിങ് മാത്രം റൺ ചെയ്തിട്ടുള്ളൊരു വാഹനം കൂടിയാണിത്. എടുത്തു പറയേണ്ടത് ഈ ഒരു വാഹനത്തിൻ്റെ മൈലേജ് തന്നെയാണ്. 18 കിലോമീറ്റർ നമുക്ക് ഷുവർ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന, അങ്ങനെ ഇങ്ങനെ മെയിൻ്റനൻസ് കാര്യങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ലാത്ത ഒരു വാഹനം കൂടിയാണിത്. VX എന്നുള്ള വേരിനകത്ത് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. ഫോഗ് ലാമ്പ് ഈ ഒരു വേരിനകത്ത് കൊടുത്തിട്ടില്ല. പിന്നെ മിറർ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, മിറർ ഫോൾഡിംഗ് വരുന്നുണ്ട്, 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ് കൺട്രോൾസ്, സെൻട്രൽ ലോക്ക്, സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, അങ്ങനെ ഒരു വാഹനത്തിൽ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സാണ് VX എന്നുള്ള വേരിനകത്ത് വന്നിട്ടുള്ളത്. എക്സ്റ്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യപ്പെട്ട ഡാമേജുകളൊന്നും പരിക്കുകളൊന്നും വന്നിട്ടില്ല. റിവേഴ്സ് ക്യാമറ ഒക്കെ അതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ഡെൻറ്റിങ് വർക്കോ അല്ലെങ്കിൽ മേജർ പരിക്കുകളോ കാര്യങ്ങളൊന്നും എക്സ്റ്റീരിയർ ഭാഗത്ത് കാണാനില്ലാത്ത ഒരു വാഹനം കൂടി, എക്സ്റ്റീരിയർ ഭാഗത്ത് സംഭവിക്കാത്ത ഒരു വാഹനം കൂടിയാണിത്. ടയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 60% 4 ടയേഴ്സും കിടക്കുന്നുണ്ട്. ഇൻറ്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി സീറ്റ് കവർ ഇതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. കമ്പനി കവറിൻ്റെ പുറമെ ഒരു അഡീഷണൽ സീറ്റ് കവർ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കെൻവുഡിൻ്റെ ചെറിയ സ്റ്റീരിയോ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഡാഷ്ബോർഡും ഡോർ പാഡും കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ചെറിയ രീതിയിൽ ഈ ഒരു ഗിയർ ലിവറിൻ്റെ നോബ് ചെറുതായിട്ട് ഡാമേജ് ആയി തുടങ്ങിയിട്ടുണ്ട്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഈ വാഹനത്തിനകത്ത് വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നല്ല ഡി ടൈപ്പ് സ്റ്റാരിംഗ് വീലൊക്കെയാണ് ഈ ഒരു വാഹനത്തിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം ആ ഒരു പ്രീമിയം ലെവലിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ലൊരു ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അതെല്ലാം. എഞ്ചിൻ സൈഡ് കാണിക്കാം. എഞ്ചിൻ ഭാഗത്തേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിലും പരിക്ക് കാര്യങ്ങളൊന്നുമില്ല. പേസ്റ്റിങ്, പഞ്ചിങ്, ഡോട്ട് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഡാമേജ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല.
ക്രോസ് ബമ്പറിനും ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു സൈഡിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിലും ഇവിടെയും ഡാമേജും പരിക്ക് കാര്യങ്ങളും അതും വന്നിട്ടില്ല. ബോണറ്റിൻ്റെ ഇഞ്ചസിൻ്റെ ഒക്കെ പേസ്റ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ അതും അഴിച്ചിട്ടൊന്നുമില്ല, അഴിച്ചപാട് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ആ ഒരു പേസ്റ്റിംഗ് കറക്റ്റാണ്. ഒറ്റ തവണ അഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ ഇഞ്ചസിൻ്റെ പേസ്റ്റിംഗ് പൊട്ടിപ്പോവും. അപ്പോൾ അതിലൊന്നും ഡാമേജ് കാര്യങ്ങൾ പരിക്ക് കാര്യങ്ങൾ ഒന്നുമില്ലാത്ത നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്ന 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനിൽ വരുന്ന ഒരു വാഹനം കൂടിയാണിത്. ഈ ഒരു വാഹനം നെറ്റ് പ്രൈസോട് കൂടി സ്വന്തമാക്കാം 5,50,000 രൂപയ്ക്ക്. ഇതിനകത്ത് നമുക്ക് 4,75, 4,80 വരെയൊക്കെ ഫിനാൻസ് സൗകര്യം ലഭിക്കും. അപ്പോൾ ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റിയ, അധികം മെയിൻ്റനൻസ് കാര്യങ്ങളൊന്നും വരാത്ത, അത്യാവശ്യം മൈലേജ് ഉള്ള, അത്യാവശ്യം പെർഫോമൻസ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു വാഹനം, ഒരു സെഡാൻ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. 5 വർഷത്തേക്കായിരിക്കും ഇതിൻ്റെ EMI സൗകര്യം ലഭിക്കുന്നത്. ഏകദേശം EMI വരുന്നൊരു 11,500 to 12 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ EMI. നമ്മുടെ അടുത്ത വാഹനം ടൊയോട്ടയുടെ ഒരു വാഹനമാണ്. അതും ടൊയോട്ടയുടെ സെഡാൻ വാഹനം, 2012 മോഡൽ ടൊയോട്ട എത്തിയോസ് GD എന്നുള്ള വരുന്ന വാഹനം. സെക്കൻഡ് ഓൺഷിപ്പിൽ 1,90,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള KL2 കൊല്ലം ദേശീയശീല വരുന്ന വാഹനമാണിത്. ടൊയോട്ടയുടെ വാഹനങ്ങൾ സാധാരണ ഇതിൽ ഒരുപാട് വാഹനങ്ങൾ നമുക്ക് കാണാറുണ്ട്. അതെല്ലാം രജിസ്ട്രേഷൻ വാഹനങ്ങളാണ് വരാറ്. സാധാരണ 4-5 ലക്ഷങ്ങൾ ഓടിയതിനു ശേഷം ഇവർ കിലോമീറ്റർ മറിച്ചിട്ട് 1 ലക്ഷത്തിലേക്ക് മാറ്റിയതിനു ശേഷം വരുന്ന വാഹനങ്ങൾ. ഈ ഒരു വാഹനം ഒറിജിനൽ കേരള വാഹനമാണ്, ജെനുവിൻ കിലോമീറ്ററുള്ള വാഹനമാണ്, ജെനുവിൻ എല്ലാ കാര്യങ്ങളെല്ലാം ജെനുവിനിറ്റി ഉള്ള സർവീസുകളെല്ലാം പ്രോപ്പർ പോയിട്ടുള്ള ഒരു വാഹനമാണിത്. GD എന്നുള്ള മിഡിൽ ഓപ്ഷൻ വേരിയൻ്റാണ്. അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 4 പവറിൻ്റെ AC പവർ സ്റ്റാരിങ്, പിന്നെ സെൻട്രൽ ലോക്ക് തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സ്, ബേസിക് ഒരു വാഹനത്തിന് വേണ്ട ഫീച്ചേഴ്സാണ് ഈ ഒരു വാഹനത്തിനകത്ത് കൊടുത്തിട്ടുള്ളത്. അഡീഷണലി നല്ലൊരു പിന്നെ അലോയ് വീൽസ് നല്ല കിട്ടിലും ഒരു അലോയ്സ് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ആൻഡ്രോയിഡ് ഡിസ്പ്ലേ ഒക്കെ ഇതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട്, സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു വാഹനത്തിന് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു വേരിയൻറ്റിനകത്ത് ഈ ഒരു വാഹനത്തിനകത്ത് ചെയ്തിട്ടുണ്ട്. എക്സ്റ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഡാമേജും പരിക്കും കാര്യങ്ങളൊന്നും വലിയ മേജറായിട്ടുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു വാഹനത്തിനകത്ത് സംഭവിച്ചിട്ടില്ല. ടെയിൽ ലൈറ്റിനകത്ത് ചെറിയൊരു ഡാമേജ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അത് മാത്രമേ പിൻഭാഗത്ത് പ്രൊഫൈലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു നെഗറ്റീവെങ്കിലും പറയാനുള്ളത്. സൈഡ് പ്രൊഫൈലിലൊന്നും കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ 2012 ആയതുകൊണ്ടുള്ള ചെറിയ രീതിയിൽ പെയിൻറ്റ് വർക്കുകൾ നടന്നിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മേജറായിട്ടുള്ള വർക്ക് കാര്യങ്ങളൊന്നും നടക്കാത്ത ഒരു വാഹനം കൂടിയാണിത്. ഇന്റീരിയർ ഭാഗത്തേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സീറ്റ് വർക്ക് ഇതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം നല്ലൊരു ക്വാളിറ്റിയിൽ 2012 അപേക്ഷിച്ച് നല്ലൊരു ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ലൊരു പ്ലാസ്റ്റിക് പിന്നെ ക്വാളിറ്റിയിലാണ് അന്ന് ഈ വാഹനം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എഞ്ചിൻ ക്വാളിറ്റി പിന്നെ ഞങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല. ടൊയോട്ടയുടെ എത്തിയോസ് വാഹനങ്ങൾക്കൊന്നും എഞ്ചിൻ്റെ ക്വാളിറ്റി ഞാൻ പിന്നെ പറയേണ്ട ഒരു കാര്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്റീരിയർ ഭാഗമൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള, നല്ലൊരു ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം തന്നെയാണിത്. ഒരു 17-18 റേഞ്ചിൽ നമുക്ക് ഡീസൽ മൈലേജും പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം തന്നെ. ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ഓൾമോസ്റ്റ് ഒരു 90% ടയറുണ്ട്, ബാക്ക് ആവറേജ് ടയറുമാണുള്ളത്. എഞ്ചിൻ ഭാഗം കാണിക്കാം. എഞ്ചിൻ ഭാഗത്തേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അപ്രോണും കാര്യങ്ങളും എല്ലാം സ്റ്റോക്ക് കണ്ടീഷനാണ് നിൽക്കുന്നത്. ക്രോസ് ബമ്പർ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ഈ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ ആ പഞ്ചിങ്ങും ഡോട്ട് കാര്യങ്ങളെല്ലാം കറക്റ്റ് സ്റ്റോക്ക് കണ്ടീഷനിൽ നിൽക്കുന്നു. ഹെഡിൽ ആ ഗ്രില്ലിനകത്ത് ചെറിയൊരു ലെഗ് പൊട്ടിപ്പോയിട്ട് രണ്ടാമത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അത് മാത്രമേ ചെറിയൊരു പോരായ്മ പറയാനുള്ളത് ഫ്രണ്ട് ഭാഗത്ത്. അല്ലാത്ത രീതിയിലുള്ള ഇമ്പാക്റ്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ബോണറ്റിൻ്റെ അതൊന്നും പേസ്റ്റിംഗ് കാര്യങ്ങൾക്കൊന്നും വ്യത്യാസമില്ല. ഗ്ലാസ് കാര്യങ്ങളെല്ലാം OG ഗ്ലാസ് തന്നെ വരുന്നത്. വേറെ അടിയോ കാര്യങ്ങളോ ഒന്നും കിട്ടാത്ത നല്ലൊരു വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു സഡാൻ വാഹനം നിങ്ങൾ അന്വേഷിച്ചെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ സജസ്റ്റ് ചെയ്യുന്നൊരു വാഹനമായിരിക്കും ടൊയോട്ടയുടെ എത്തിയോസ് എന്നുള്ള വാഹനം. കാരണം എന്ന് വെച്ചാൽ ലോങ് ഡ്രൈവ് ഒക്കെ ഉള്ളവർക്ക് ഏറ്റവും സൂട്ടബിളാണ്. നല്ല ഇൻറ്റീരിയർ സ്പേസ് ഉണ്ട്, നല്ല ബൂട്ട് സ്പേസ് ഉണ്ട്. മെയിൻ്റനൻസിനെ പറ്റി പിന്നെ ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല ടൊയോട്ട വാഹനം ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം 3,75,000 രൂപ നെറ്റ് പ്രൈസോടുകൂടി. 3,75 നെറ്റ് പ്രൈസ് ആയിട്ട് വരുന്നത്. അതിനകത്ത് തന്നെ ഒരു 2,75 അല്ലെങ്കിൽ 2,80 ഒക്കെ നമുക്ക് ലോൺ സൗകര്യം ലഭിക്കും. 2012 ആയതുകൊണ്ട് 3 വർഷത്തേക്കായിരിക്കും ഇതിൻ്റെ ലോൺ സൗകര്യം ലഭിക്കുന്നത്. ഏകദേശം 7-8 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വാഹന വിശേഷങ്ങൾ. ഏകദേശം ഒരു 10-12 വാഹനങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് തന്നെ മാനുവലും ഓട്ടോമാറ്റിക്കും എല്ലാ വാഹനങ്ങളും മിക്സ് ചെയ്തിട്ടാണ് 7 സീറ്റും 5 സീറ്റും എല്ലാം മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനിയും ഒരുപാട് വാഹനങ്ങൾ ഇതിലെ കാലിട്ട് നടക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയും വാഹനം റഷ് ആയിട്ടിട്ടുണ്ട്. ഏകദേശം 180-190 വാഹനങ്ങൾ ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. ഞാൻ എനിക്കൊരു പ്രൊഡക്റ്റ് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് കാണിക്കട്ടെ. നമ്മുടെ വാഹനങ്ങളൊക്കെ ബാറ്ററി ഡൗൺ ആയി കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു പിന്നെ ചെറിയൊരു മൊബൈലിൻ്റെ ജമ്പർ പോലത്തെ മൊബൈലിൽ നമ്മുടെ പിന്നെ ബാറ്ററി എന്താണ് ഇതിൻ്റെ പേര്, ബാറ്ററിയുടെ പവർ ബാങ്ക് ആയിട്ട് യൂസ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ബാറ്ററി സപ്പോർട്ടറാണ് ഈ ഒരു പ്രൊഡക്റ്റ്. ഇത് ഷോർട്ട് ആകാൻ പാടില്ല. കാരണം ഇത് ഷോർട്ടായി കഴിഞ്ഞാൽ പ്ലസും മൈനസും ഷോർട്ടാവാണ്. അതുകൊണ്ടാണ് പിന്നെ സ്പാർക്ക് വന്നത്. അപ്പോൾ നമ്മുടെ ഏതെങ്കിലും വാഹനം ഇതേപോലെ ബാറ്ററി ഡൗൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാഹനം സ്റ്റാർട്ടാവും. അതായത് സീറോ ബാറ്ററി ഇത് ഞാൻ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ മൊത്തം ഡള്ളായത് ബാറ്ററിക്കകത്ത് ഒന്നുമില്ലാതെ സീറോ ആയി കഴിഞ്ഞ ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടില്ല. അതും നമുക്കിപ്പോൾ ചെറിയ വാഹനങ്ങൾ ഈ ആൾട്ടോ 800 കിഡ് ഇങ്ങനത്തെ വാഹനങ്ങളൊക്കെ ആണെങ്കിൽ അതിനും ഒരു പരിധി വരെയൊക്കെ സപ്പോർട്ടാവും. അല്ലാതെ കുറച്ചൊരു സപ്പോർട്ട് കുറവുണ്ടായത് പിന്നെ പവർ കുറവുണ്ട്, ക്രാങ്ക് ആവുന്നുണ്ട്, പക്ഷേ മുഴുവൻ കിട്ടാത്ത, തിരിയാത്ത, എഞ്ചിൻ കറങ്ങാത്ത കേസുകളൊക്കെ ആണെങ്കിൽ ഈ ഒരു സാധനം യൂസ് ചെയ്തിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ
വാഹനത്തിൻ്റെ എഞ്ചിൻ സ്റ്റാർട്ടാവും, ബാറ്ററി സ്റ്റാർട്ടാവും. അപ്പോൾ ചെറിയൊരു സാധനമാണെങ്കിൽ പോലും നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, നല്ല അത്യാവശ്യം നല്ല പവറുണ്ട് ഏത് വാഹനം. ഇപ്പോൾ ഇത്രയും വലിയൊരു വാഹനം, ഇത്രയും വലിയൊരു ബാറ്ററിക്കൊക്കെ ഈ ഒരു സാധനം സപ്പോർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഷുവറായിട്ടും സ്റ്റാർട്ടാവും. അപ്പോൾ ആർക്കെങ്കിലൊക്കെ ഏറ്റവും നല്ലൊരു സൂട്ടബിൾ ആയിട്ട് പ്രോഡക്റ്റാണ്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വാഹനം യൂസ് ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലൊക്കെ ബാറ്ററി ഡൗൺ ആയിട്ട് കുടുങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം ഒന്ന് വാഹനത്തിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ചാർജ് ചെയ്ത്, സാധാരണ നമ്മൾ മൊബൈൽ ചാർജ് ചെയ്യുന്ന അതേ സിസ്റ്റത്തിലാണ് ചാർജ് ചെയ്യുന്നത്. നമുക്ക് ജമ്പർ ജസ്റ്റ് കണക്ട് ചെയ്യുക, വണ്ടി സ്റ്റാർട്ടാക്കാൻ പറ്റും. അപ്പോൾ ഏകദേശം ഇതിന് കോസ്റ്റ് ഒരു 4000 രൂപ 5000 രൂപയാണ് കോസ്റ്റ്. ഞാൻ ഓൺലൈനിൽ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 5000 രൂപയ്ക്കാണ് കോസ്റ്റ് വരുന്നത്. അപ്പോൾ ആർക്കെങ്കിലൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ചെക്ക് ചെയ്യുക. എവിടെ നിന്നാണ് വാങ്ങാമെന്നുണ്ടെങ്കിൽ ഷോപ്പുകളായിട്ടൊന്നും ഇത് കണ്ടിട്ടില്ല. ഓൺലൈനാണ് ഞാൻ ഈ സാധനം 2 പ്രാവശ്യമായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഏകദേശം 1 വർഷമൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് ലൈഫും കിട്ടുന്നത്. 1 വർഷം കഴിഞ്ഞാൽ അത് റീപ്ലേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്, കാരണം നമുക്ക് കണ്ടിന്യൂസ് യൂസ് ഉള്ളതുകൊണ്ട്. അപ്പോൾ ഏറ്റവും നല്ല പ്രൊഡക്റ്റാണ്. അതേപോലെ തന്നെ ഈ ടയറിനകത്ത് നമുക്ക് പിന്നെ ഇൻ കേസ് എന്തെങ്കിലുമൊക്കെ പഞ്ചറൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ കാറ്റടിക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റും ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊരു വാഹനത്തിനകത്ത് കരുതി വെച്ച് കഴിഞ്ഞാൽ എന്താ ബെനിഫിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഒരു വഴിയിൽ പെട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് തന്നെ സ്വമേധയാ സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്ന പ്രൊഡക്റ്റുകളാണ് അതൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സേഫ്റ്റി ആയിട്ട് ഒരു മുൻകരുതുകളായിട്ട് നിങ്ങളുടെ വാഹനത്തിനകത്ത് ഡിക്കിക്കകത്ത് നിങ്ങൾ സൂക്ഷിച്ച് വെക്കുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വാഹന വിശേഷങ്ങൾ. ഒരുപാട് വാഹനങ്ങൾ ഇനിയും കാണിക്കാനുണ്ട്. അപ്പോൾ മൊത്തം വാഹന ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം വാട്സപ്പ് കാറ്റലോഗിനകത്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ്, വാഹനങ്ങളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ കാർലെറ്റ് എന്നുള്ള ബ്രാൻഡിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ പ്രോസസ്സ് കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തു, അതിൻ്റെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. വരും വീഡിയോയിൽ അതിൻ്റെ അപ്ഡേഷൻസ് കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നെങ്കിൽ സ്മാനി സൈനിങ് ഔട്ട്. ബൈ.